സാറിന്റെ സൂം സെക്കൻഡ് പ്രോഗ്രാം ആണ് ഇപ്പോ ഇന്ന് നടക്കാൻ പോകുന്നത്. നമുക്കറിയാം കോവിഡ് ആരംഭിച്ചതിന് ശേഷം ഓൾ ഓവർ ഇന്ത്യ നമ്മുടെ എല്ലാ ട്രെയിനിങ് പ്രോഗ്രാമുകളും സൂം ആപ്പിലൂടെയാണ് നടക്കുന്നത്. ബട്ട് സാർ നമ്മളെ രണ്ടാം പ്രാവശ്യം അഭിസംബോധന ചെയ്യുമ്പോൾ 100% കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അഭിസംബോധന ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ട്രെയിനിങ് പാക്കേജ് ആണ് അദ്ദേഹം ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. ഇന്നലെ കർണാടകത്തിലും ഇന്ന് കേരളത്തിലുമായിട്ട് അദ്ദേഹം ഈ പ്രോഗ്രാം തയ്യാറാക്കുമ്പോൾ ഇന്ന് ഈ ഒരു പ്രോഗ്രാം കേൾക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന എല്ലാവർക്കും സന്തോഷിക്കാം. കാരണം ഈ സെഷൻ കഴിയുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു ലിസ്റ്റ് മേക്ക് ചെയ്തിട്ട് എങ്ങനെ RCM ഒരു അച്ചീവർ ആയി മാറാം എന്നുള്ളത് അദ്ദേഹം ഒരു പുതിയ ടെക്നിക്സിൽ നമ്മളെ പഠിപ്പിക്കും. അപ്പോ എല്ലാവരും പുസ്തകവും പേനയും എടുത്തിട്ട് റെഡി ആയിരിക്കുക. വേറെ എല്ലാ ഏർപ്പാടുകളും മാറ്റിവെക്കുക. ഞാനുള്ളത് കോഴിക്കോട് RCM വണ്ടർ വേൾഡ് ക്യൂക്കിലാണ്. വരുന്ന 2 മണിക്കൂർ നേരത്തേക്ക് കസ്റ്റമേഴ്സ് ഇങ്ങോട്ട് കയറരുത് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സ്വാഭാവികമായിട്ടും പെരുന്നാൾ പിറ്റേന്നാകുമ്പോൾ കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാലും ഞാനും സ്റ്റാഫും അറേഞ്ച് ചെയ്തുകൊണ്ട് നമ്മൾ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പിലുമാണ് ഇപ്പൊ നിൽക്കുന്നത്. ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇന്ന് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നവരും അതുപോലെ തന്നെ നിലവിലുള്ള നമ്മളെ എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും കേരളത്തിന്റെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയുടെ റൂബി എന്നുള്ള നിലയ്ക്ക് എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ജയ് RCM, ഗുഡ് RCM. താങ്ക് യു സുജിത് സാർ. കേരളത്തിലെ മാത്രമല്ല സൗത്ത് ഇന്ത്യയിലെ ഒരു വണ്ടർഫുൾ നമ്പർ 1 പിക്കപ്പ് സെന്ററിന്റെ ഉടമയാണ് അദ്ദേഹം. കോഴിക്കോട് എയർ കണ്ടീഷൻഡ് ഷോറൂം വിത്ത് ലോട്ട് ഓഫ് സ്റ്റോറേജ് സ്പേസ്, അറൌണ്ട് 10 ലക്ഷത്തിന് മുകളിൽ മന്ത്ലി ടേൺ ഓവർ ചെയ്യുന്ന ഒരു വലിയ ഷോപ്പ്, മാതൃകാപരമായ ഷോപ്പിന്റെ കൂടെ ഉടമയാണ് അദ്ദേഹം. അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ ഉദ്ദേശിക്കുന്നത് മിസ്റ്റർ ബീനു ഫ്രം ട്രിവാൻഡ്രം. അദ്ദേഹം RCMല് സ്റ്റാർ എമറാൾഡാണ്. ബീനു സാർ, അദ്ദേഹം എന്നോടൊപ്പം എയർഫോഴ്സിൽ ഉണ്ടായിരുന്ന ആളാണ്. ബീനു സാറിനെ കാണുന്നില്ലല്ലോ. മുമ്പ് ഞാൻ കണ്ടിരുന്നു ആള്. ബിനു ആണോ? ബിനു സാർ. ഓക്കേ, താങ്ക് യു. ആഹാ, യെസ്. ഞാൻ ലാബിൽ നിന്ന് കയറിയതുകൊണ്ടാണ് അങ്ങനെ ആയത്. സാധാരണ ബീനു ആണ്, ഞാൻ ബീനു സെർച്ച് ചെയ്തു, ബിനു ആണ്. അപ്പോ സാറിനെ പരിചയപ്പെടുന്നതിന് മുമ്പ് ആള് സെർച്ച് ചെയ്ത് കിട്ടിയില്ല. എയർഫോഴ്സിൽ എന്നോടൊപ്പം എയർഫോഴ്സിൽ ഉണ്ടായിരുന്ന ആളാണ്. കുറെ കാലം ഗൾഫിലൊക്കെ പോയി സൂചിച്ചിട്ട് വന്നു. അപ്പോ ഇനിയുള്ള സുഖവാസം RCMലാക്കാന്ന് തീരുമാനിച്ചു. അപ്പോ അദ്ദേഹത്തെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു ഷോർട്ട് മെസ്സേജ് സർ, പ്ലീസ്. താങ്ക് യു സർ. ജയ് RCM. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് എല്ലാ ദിവസവും സൂം മീറ്റിംഗ് നടക്കുന്നു എന്നുള്ളൊരു വളരെ സന്തോഷകരമായ കാര്യമാണ്. 11 മണിയായപ്പോൾ ഇന്നും ഞാൻ റെഡിയായിരുന്നു. പിന്നീട് ഓർത്ത 11 മണിക്ക് പ്രോഗ്രാം ഇല്ലെന്ന്. അങ്ങനെ കുറച്ച് അത്യാവശ്യ പണികൾക്ക് വേണ്ടി വെളിയിൽ പോയി, ഒരു ഷോപ്പിലൊക്കെ പോയി, 1-2 കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് സ്കാനിങ് ഒക്കെ ചെയ്തിട്ട് തിരിച്ചു വന്നു. 2 മണിയാവാൻ കാത്തിരിക്കുമായിരുന്നു പ്രോഗ്രാമിലേക്ക് കയറാനായിട്ട്. ഓക്കെ, വളരെ സന്തോഷം. കാരണം ബട്സാർ നമുക്ക് ഒത്തിരി പ്രോഗ്രാം തരുന്നു. ഇന്നലത്തെ ഞാൻ ബട്സാറിന്റെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിരുന്നു. കർണാടക ടീമിന് വേണ്ടി ആയിരുന്നു, അതും 2 മണിക്കായിരുന്നു. ഇന്നലെ അദ്ദേഹം ഒരു പ്രത്യേക രീതിയിൽ കുറച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ചു. അത് തന്നെയാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതാണെങ്കിൽ വളരെ നല്ല സെഷൻ ആയിരിക്കും. ഒരു പുതിയ സബ്ജക്റ്റുമായിട്ട് സാർ എത്തിയിരിക്കുമെന്ന് പറഞ്ഞു. നമുക്ക് കഴിഞ്ഞ മാസം സാറ് ഒരു ലീഡേഴ്സ് മീറ്റിംഗ് തന്നിരുന്നു. അതിനുശേഷം നമുക്കൊരു കോമൺ മീറ്റിംഗ് കേരളത്തിന് വേണ്ടി തന്നിരുന്നു. ഇപ്പൊ ഇന്നൊരു ബോണസ് മീറ്റിംഗ് തന്നെയാണത്. കാരണം സാധാരണ 3 മാസത്തിലൊരിക്കലേ നമുക്ക് വട്സാറിനെ ദർശിക്കാൻ പറ്റുള്ളെങ്കിൽ ഈ കൊറോണ വന്നതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഈ മാസം വീണ്ടും നമുക്ക് ദർശനം കിട്ടി. തീർച്ചയായിട്ടും സാറിന്റെ സെക്ഷൻസ് വളരെ ഇൻഫർമേറ്റീവ് ആണ്, നല്ല മോട്ടിവേഷൻ ആണ്. തീർച്ചയായിട്ടും നമുക്ക് ആദ്യം കേൾക്കുമ്പോൾ ഇതൊക്കെ പ്രായോഗികമായിട്ടാണോ സാധിക്കുമോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. ശരിക്കും നിങ്ങളുടെ പേപ്പറിലും പേനയും എടുത്ത് നമ്മൾ എഴുതി വെച്ച് നമ്മൾ അതൊന്ന് ഫോളോ ചെയ്താൽ ഉറപ്പായിട്ട് നമ്മുടെ കൂടെ വിജയം വന്നിരിക്കും. അത് സുനിശ്ചിതമായ കാര്യമാണ്. നമുക്ക് നമ്മളെ പിൻവലിപ്പ് നമുക്കുണ്ടാകുക, നമ്മളെ ഉള്ളിന്ന് ഒരു തുറന്ന മനസ്സോടുകൂടി നമ്മൾ സമീപിച്ചാൽ പിന്നീട് നമുക്ക് മനസ്സിലാകും സാറ് പറയുന്ന കാര്യങ്ങൾ ശരിക്കും ഫലവത്തായ കാര്യങ്ങളാണ്. അദ്ദേഹം ഒത്തിരി ചെറിയ കാര്യങ്ങളല്ല, വലിയ ബുക്കുകളൊക്കെ വായിക്കുന്നു. കാരണം ഇതിന്റെ പ്രത്യേകത എന്താ, നമ്മൾ വായിക്കാതെ തന്നെ അദ്ദേഹം വായിച്ച അറിവുകൾ നമുക്ക് പകർന്നു തരികയാണ്. അപ്പൊ ഇതെന്താ, നമ്മളെ സമയം ഒത്തിരി ലാഭിക്കാൻ ഇടയാകും. നമ്മൾ ഈ പ്രോഗ്രാം നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നമ്മൾ റെഡിയാകണം. എന്റെ ബുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ബുക്ക് ആൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പോയിന്റുകളൊക്കെ നോട്ട് ചെയ്യാനായിട്ട്. നിങ്ങൾ ഏതായാലും വീട്ടിലാണെന്ന് എനിക്കറിയാം.
സോ നിങ്ങളുടെ കയ്യിൽ പേപ്പറോ പേനയോ അല്ല എടുക്കേണ്ടത്. അത്യാവശ്യം ഒരു ഡയറിയും പേനയും നമ്മൾ കരസ്ഥമാക്കി വേണം ഇതുപോലുള്ള പ്രോഗ്രാം കേൾക്കുമ്പോൾ ഇരിക്കേണ്ടത്. വളരെ നല്ല ഗോയിങ് ആണ്. കേരളത്തിനെ സംബന്ധിച്ച് ഒത്തിരി ക്വയറീസ്, അതായത് പുറത്തുനിന്നുള്ള ആൾക്കാരുടെ ഇഷ്ടം പോലെ ക്വയറീസ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ തുടക്കത്തിൽ, അതായത് ഏപ്രിൽ മാസത്തിലൊക്കെ പറഞ്ഞിരുന്നു നമ്മൾ RCM ചെയ്യുന്നവരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തിരക്കി ആൾക്കാർ വരും. വാസ്തവമായി അത് സംഭവിക്കുന്നു. ഇങ്ങോട്ട് ഇപ്പോൾ ക്വയറീസ് വരുന്നു. യെസ്, RCM ആണോ നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ, എന്തുകൊണ്ട് നമുക്ക് അഭിമാനിക്കാവുന്ന മുഹൂർത്തങ്ങളാണ് ഇനി മുന്നോട്ടുള്ളത്. ഈ പീരീഡ് കാലഘട്ടം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന് വലിയൊരു കുതിപ്പുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലാത്തതാണ്. ഏതായാലും എല്ലാം നല്ലതിന് വേണ്ടി മാത്രം എന്ന് നമുക്ക് ചിന്തിക്കാം. കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളുടെയും പോസിറ്റീവ് വശങ്ങൾ മാത്രം കാണുന്നു, മറ്റു കാര്യങ്ങൾ പൊക്കോട്ടെ. ഈ കൊറോണ നമുക്ക് വന്നതും നല്ലതിന് വേണ്ടി നമ്മളെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നു, നമുക്ക് ഒന്നുകൂടി ഒരു എഡ്യൂക്കേഷൻ തന്നു. ഇതോടുകൂടി നമുക്കും നല്ലൊരു തയ്യാറെടുപ്പ് തന്നെ എടുക്കാം എന്നൊരു മെസ്സേജാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ്. നമ്മുടെ വട്സാറിന് ഞാൻ താങ്ക്സ് പറയുന്നു, നമുക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം തന്നതിന്. ഒപ്പം അത് അറേഞ്ച് ചെയ്യാൻ ഇതിന് മുൻകൈ എടുത്ത നമ്മുടെ ഗോപകുമാർ സാറിനും മൂർ സാറിനും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിക്കുകയാണ്. താങ്ക് യു JR സർ. താങ്ക് യു ബിനു സർ. അപ്പോ നമുക്ക് ഇനി പരിചയപ്പെടാനുള്ള നമ്മുടെ ഒരു സീനിയർ അപ്ലൈൻ മിസ്റ്റർ ഷംഷേർ സിംഗ്. सर, मैं आपको सिस्टम से अनम्यूट करने के लिए मैसेज दे रहा था, आपने अनम्यूट नहीं किया. थोड़ा अनम्यूट करेंगे हमारे लिए और एक छोटा मैसेज हमारे लिए देंगे मलयालम में? शमशेर सर. सर JRCM साउंड नहीं आ रहा सर, आवाज नहीं आ रहा है, आवाज नहीं आ रहा है. बिनु सर, इज इट ऑडिबल? No, not audible. शमशेर सर, अभी not audible. हाँ, अभी आ रहा है. यस, अभी आ रहा है. यस, आ रहा है. गुड. വാ, നമ്മുടെ Zoom ഇവിടെ കാറ്റ് കുറവാണ്. ഇവിടെ നിന്ന് ഹിന്ദിയാണ് കേൾക്കുന്നത്. ഇതാ കടങ്ങി. सर, आपका आवाज नहीं आ रहा है. हेलो सर, नहीं आ रहा है. जस्ट 2 मिनट. बीच में आ रहा है. कनेक्शन में कोई प्रॉब्लम है? और वीडियो भी अभी स्टिल है, मतलब स्टक हुआ है. സോറി ഫോർ ദ ട്രബിൾ. സാറിന്റെ ഓഡിയോയും വീഡിയോയും രണ്ടും കണക്ട് ആയില്ല. സോറി, സാറിന് കണക്ഷൻ നമുക്ക് ഒന്നുകൂടെ വിളിക്കാം. മറ്റൊരു സ്റ്റാർ ഒരാൾ നമുക്ക് പരിചയപ്പെടാനുള്ള മിസ്റ്റർ രഞ്ജിത്ത് KM. അദ്ദേഹം ഇപ്പോൾ പ്രോഗ്രാമിൽ എത്തിയിട്ടില്ല. ഷോർട്ട്ലി അദ്ദേഹം നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യും. അവസാനം നമുക്ക് അദ്ദേഹത്തിന് ഒരു മെസ്സേജ് കേൾക്കാൻ വിചാരിക്കുന്നു. പിന്നെ നമ്മുടെയൊക്കെ ഗ്രേറ്റ് അപ്ലൈൻ ഗോപകുമാർ സാർ, അദ്ദേഹവും ഇതിൽ പ്രോഗ്രാമിൽ എത്തിയതായിട്ട് കാണുന്നില്ല. ഞാൻ നോക്കിയിരുന്നു. Gopakumar sir also not available now. And I would like to Venkatesh sir from Bangalore. Shubha madam, Venkatesh P किसमें है आप? Yes, जी वेंकटेश, आपको ओनली वीडियो है. मैडम का इसमें अनम्यूट कर देता हूँ प्लीज. शुभा मैडम. हाँ सर. वीडियो ऑन कर लेंगे और सर है, आप दोनों मिलके एक छोटा मैसेज दीजिए हमारे लिए. यस सर. आदित्य की वीडियो वॉल्यूम
zero ಮಾಡಿ. Sarka dekh raha tha. Actually, only one and only Emerald from Karnataka, Mr. Venkatesh and Shubha Venkatesh. sir. All, sir, दिखाई दे रहा है. Yes, visible. Audible, sir. Audible, sir. Sir. Audible. Okay, sir. Okay. Sir, namaskara. Myself, Venkatesh. Basically, from past 15 years, I'm working in this business. I'm living in this business. So I have a good friend of Murthy sir and many Kerala, Emerald and Ruby achievers. We have to learn. Yesterday, actually, sir given the presentation for how to make a list. Today, sir is giving how to invite also. I'm awaiting sir this one program. Thank you, sir. Thank you very much, sir. Shubha madam. Yes, sir. JRCM, sir. So actually we were not expected that Murthy sir will call us. So everybody, JRCM, myself Shubha, Venkatesh sir ki wife, I'm wife of Venkatesh sir, and yesterday we have got a wonderful subject like how to make a list. So from many days we are telling our team that make a list, 6 basics. It is a part of 6 basics, and making a list is like a raw material. And yesterday we have got a wonderful tip on how to make a list. So आप लिस्ट कैसे बना सकते हैं, so किन किन को शामिल कर सकते हैं, अपने से नीचे लोगों को बताना है या अपने से ऊपर के लोगों को बताना है, कैसे लिस्ट बनाना है. And sir told that list is like a raw material. Now today it is a continued part. So we were waiting for the sir, so how to learn how to invite people. So there will be a wonderful session today, and it will be a practical session. And if you follow the things, whatever sir is telling, if you follow those things now, so we can build a huge network. And in Kerala you are rocking, I can say, in the leadership of Murthy sir, and you are already in the front foot, and we are following you people. And today we are going to learn along with you, sir. Thank you so much. Thank you, madam. You told you were never expecting that I will call you, but Kerala people are expecting that I will call you. Okay. Thank you so much, sir. Your contribution towards RCM and NutriCharge is unforgettable. So people are eagerly waiting for your presence. Thank you, madam. Thank you, Venkatesh sir. And Thank you so much. our Thank you, sir. Shamsher sir has got his line connected. It is our luck that sir is coming. Shamsher sir, please. Sure. Sir. Hello. Sir. JRCM. JRCM. अभी आ गया सर. Yes sir. आ गया. Thank you all. थैंक यू. एक सेकंड, आप शुरू करने से पहले एक शब्द मुझे लोगों को बताना है, क्योंकि आई हैव टेकन द फर्स्ट एजुकेशन फ्रॉम यू ओनली. Yeah. Thank you. ഞാൻ RCM തുടങ്ങുന്ന സമയത്ത് നമുക്ക് RCMലെ ലീഡർമാര് അധികം പേരും എല്ലാവരും ഹിന്ദിയിലാണ്. നമ്മുടെ ഗോകുമാർ സാർ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ഹിന്ദിക്കാരാണ്. അപ്പൊ അന്നും ഇന്നും RCMലെ ആളുകൾ മാതൃകയായിട്ട് സ്വീകരിക്കുന്ന നമ്മുടെ മുകേഷ് കൊട്ടാരി സാറ്, സതീഷ് പണ്ഡിറ്റ് ജി, അതുപോലുള്ള ആളുകളിലൊക്കെ ഓഡിയോ കാസറ്റുകളാണ് അന്ന് ആളുകൾക്ക് പ്രചോദനമായിരുന്നത്. അപ്പൊ ഞാൻ RCMൽ സീരിയസ് ആയതിനു ശേഷം ഇത് എനിക്ക് കിട്ടാൻ മാർഗം ഉണ്ടായിരുന്നില്ല. അപ്പൊ എയർഫോഴ്സിലെ സർവീസൊക്കെ ഉപേക്ഷിച്ചതിന് ശേഷം ഞാൻ കേരളത്തിൽ നിന്ന് യാത്ര ചെയ്ത് ഷംഷീർ സാറിന്റെ അടുത്ത് പോയി ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം. അന്ന് അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറിൽ ഉണ്ടായിരുന്ന CD മുഴുവൻ അദ്ദേഹം എനിക്ക് കോപ്പി ചെയ്ത് തന്നു. സാങ്കേതികമായിട്ട് അത്ര വലിയ ജ്ഞാനമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞാൻ പോയി ഒരു ഐപോഡ് വാങ്ങിച്ചുകൊണ്ട് വന്നു. ആ ഐപോഡിനകത്ത്
ഏതാണ്ട് 22 സീഡുകൾ അദ്ദേഹം അതിന്റെ ഓഡിയോ എനിക്ക് കോപ്പി ചെയ്ത് തന്നു. ഞാൻ ഉറങ്ങുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഒക്കെ ആ ചെറിയ ഐപോഡ് എന്റെ പോക്കറ്റിലിട്ട് ഹെഡ്സെറ്റ് ഉപയോഗിച്ച് ഞാനത് കേട്ടുകൊണ്ടിരുന്നു. അതായിരുന്നു ആദ്യകാലത്തെ എൻ്റെ मोटिवेशन. So सर आप एक छोटा मैसेज के लिए थैंक यू. Yes. All South India Kerala team JRCM from me, and I would like to give this short message in English because all South India people may not be understanding Hindi. But मुझे खुशी है अभी हमारे RCM की वजह से केरला के बहुत सारे लोग हिंदी सीख गए हैं. मूर्ति साहब तो एयरफोर्स में रहे हैं, लेकिन सुजीत जी ऑल्सो now they met me in Mysore function. They speak Hindi. So I'm very grateful to my South India team, especially. Even in this Zoom meeting from the North India also many people have joined, I have seen. But especially the South India in the beginning of my first 5 years, when I was working in Air Force, I joined this opportunity. And I entered Kerala with our great leader Gopa Kumar ji. If Gopa Kumar ji is listening to me, thanks to you, salute to you. With Gopa Kumar ji, I went to Kerala, Calicut, and I met 5 people in the beginning, first trip. I took 3 bags of products from Bangalore. That day I remember. And to those all beginning, our team, all people are now Emerald, Star Emerald, Ruby, Ruby Star. So it's my proud that my team has bigger teams levels and a very big business in crores. In fact, I would like to say our Karnataka and Kerala team, they have forced me to resign my Air Force service. Why? Because they have built so much big business. So I resigned my Air Force service. Now I'm fully into RCM. And team, very big business our team is doing, especially Kerala, Karnataka and Tamil Nadu. So keep boosting like this, and whenever my team require me, I am available always. Nowadays our team leaders have a bigger spin and big education and big commitment than me. They are doing very well, and I wish this team, especially our all Emerald, Star Emerald, Ruby, Ruby Star level achievers, all the best. And in coming time, you will do bigger and bigger. JRCM, all Kerala and Karnataka, Tamil Nadu team. And Thank you, sir. North India people also can listen today. Our great Guru Diamond sir, Vatsav is coming, and they are giving it a unique education. We have come up to this level with the education of our Diamond sir, Vatsav only. So we are grateful to our Diamond, and we will welcome our Diamond and listen carefully all the points today. We'll have a good education from our Diamond sir. Thank you, Sujit ji and Murthy ji. Thanks. Thank you, Sunil sir. I am in Bangalore. If anyone any help in Bangalore, they can ask me. I am always ready. Okay, sir. Thank you. Thank you, sir. Thank you so much, sir. Thank you very much. And we have got 6 emeralds from Kerala. All are specialists in different fields, like young dynamic, you can say Youth Icon Award winner, Mr. Srijit from Calicut. Then Mr. Vinodan from Kannur. Mr. MT Babu from Kottayam. He is also from ex-Air Force. Then Mr. Girish, ex-Army. He is from Chalakudi. The Dr. Rajan. He teach not only Kerala people and their, you can say, RCM family, how to live without medicine through RCM products. RCM ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ മരുന്നില്ലാതെ ജീവിക്കാമെന്ന് പഠിപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ രാജൻ സാറ്.
അങ്ങനെ നമുക്ക് എംറാൾഡുമാരുടെ ഒരു നിര തന്നെയുണ്ട് കേരളത്തില്. അപ്പോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഗ്രേറ്റ് അപ്ലൈൻ സുരേന്ദ്രഭട്ട് സാറിന്റെ ഒരു സ്പെഷ്യൽ സെഷന് വേണ്ടിയാണ്. സർ ആകെ സർ. Yes, sir. I am there. Yes, Okay, sir. sir. I am there. I am there. Murthy ji, there is some signal issue today. Sir. So if my connection will be not there, अगर मैं disconnect हो जाऊंगा तो आप उसको meanwhile continue कर लीजिए. Sir. क्योंकि वो एक बार डिस्कनेक्ट होने के बाद थोड़ी देर के बाद में कनेक्ट हो जाता है. Okay, sir. Continue. So it is my privilege and a pleasure to invite our diamond for the program. Shubha madam is recording. Okay. Good. ആദ്യമായിട്ട് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് ഒരുപക്ഷെ അറിയാം, സുരേന്ദ്രഭട്ട് സാർ ആണ് കേരളത്തിലേക്ക് RCM എത്തിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആള്. ഇന്ന് RCMലെ ഏറ്റവും ലീഡർ, ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിലും വലിയ ബിസിനസ് ചെയ്യുന്ന അദ്ദേഹം കേരളത്തിലേക്ക് അല്ലെ സൗത്ത് ഇന്ത്യയിലേക്ക് മറ്റ് ഭാഷകളിലുള്ള ആളുകൾ കടന്നു വരാൻ മടിക്കുമ്പോൾ ഭാഷയുടെ പരിമിതികളെ മറികടന്നുകൊണ്ട് അദ്ദേഹം കേരളത്തിലേക്ക് വരാൻ തയ്യാറായി. കേരളത്തിലേക്ക് മാത്രമല്ല, സൗത്ത് ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിലും ഇന്ന് ഇത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ബിസിനസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരേ ഒരു ലീഡർ ഡയമണ്ട് സുരേന്ദ്രഭട്ട് സാറാണ്. അദ്ദേഹം ആദ്യകാലത്ത് ഇവിടേക്ക് വരുമ്പോൾ ഇംഗ്ലീഷും ഹിന്ദി മാത്രമേ അറിയായിരുന്നുള്ളൂ. ഇപ്പോൾ കുറച്ചൊക്കെ ഹിന്ദി അറിയാമെങ്കിലും ഇംഗ്ലീഷ് അറിയാമെങ്കിലും മറ്റ് ലീഡർമാർക്കാർക്കും എത്താൻ പറ്റാത്ത തരത്തിൽ സൗത്ത് ഇന്ത്യയിൽ എൻറ്റയർ ബിസിനസ് അദ്ദേഹം ഇൻഫാക്ട് കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം സൗത്ത് ഇന്ത്യയിലെ ആളുകൾക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് വിദ്യാഭ്യാസം കൂടുതലായതുകൊണ്ട് കാര്യം പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകുമെന്നും മനസ്സിലാകുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അവർ പറഞ്ഞു കൊടുക്കുമെന്നും അത് കൂടുതൽ ഗുണം ചെയ്യുമെന്നും അദ്ദേഹത്തിന് ഉറച്ച വിശ്വാസമുണ്ട്. ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് കേരളത്തിൽ വന്ന് സംസ്കൃതം B.Ed പഠിക്കാൻ വേണ്ടി വരികയും അങ്ങനെ കേരളത്തിന്റെ രീതികളൊക്കെ ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ടാവും. അപ്പോൾ വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളുടെ എല്ലാവരുടെയും ഒരു നിറഞ്ഞ കൈയോടുകൂടി സുജിത് സാറിന്റെ എന്താ പറയാ കൈകൊണ്ട് ഒരു മുല്ലമാല ചാർത്തിക്കൊണ്ട് ഡയമണ്ട് സുരേന്ദ്രഭട്ട് സാറിനെ നമ്മൾ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. സാർ, വെൽക്കം പ്ലീസ്. Okay, sir. Thank you so GRCM. much. Thank you, JRCM, all leaders. It is Zoom is a wonderful platform when we all people can meet. We can see each other, and it is very good feeling actually. So thank you so much for giving me the opportunity. Special thanks to Gopa Kumar ji who planned these 4 meetings. तो कल हम लोगों ने कर्नाटका वाले लोगों से बातचीत की एंड द स्पीच वाज ट्रांसलेटेड कर्नाटका एंड यस्टरडे टॉपिक वाज हाउ टू मेक लिस्ट ऑफ ड्रीम्स एंड प्रोस्पेक्ट्स. मूर्ति जी, ट्रांसलेशन इज रिक्वायर्ड. ट्रांसलेट करेंगे सर. टुडे we have one Mr. Vinod from Calicut. You may be knowing him. Right. I have asked him to translate. Vinod sir. Okay, sir. Yes, he is also one expert in translation. So today we will use Thank his you, sir. service also. And Thank you. Vinod sir, he was working in MIMS Hospital, Calicut, and he left that job and completely now solely working in RCM, and he is a star platinum achiever. In Calicut area, he is developing very fast business, not only in Calicut area and other places also. And he has visited Harisanjeevani factory company, and he is a specialist in Harisanjeevani also. So I would like Mr. Vinod to translate today's program, sir. Thank you, sir. Okay.
ഇപ്പോ സാർ പറഞ്ഞതിന്റെ ഒന്ന് ഓക്കെ സാർ. ഇന്ന് ഈ നമുക്ക് നിങ്ങളെല്ലാവരെയും മീറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. ആദ്യമായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും ഗോപകുമാർ സാറിന് നന്ദി പറയുന്നു ഈ അവസരം ഒരുക്കി തന്നതിന്. ഈ സൂം എന്നുള്ള പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടിയിരിക്കുന്ന വലിയ അനുഗ്രഹമാണ്. നമുക്ക് എല്ലാവരെയും മീറ്റ് ചെയ്യാനും മീറ്റിംഗ് പങ്കെടുക്കാനുള്ള. ഇന്നലെ നമ്മൾ എങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കാവുന്ന ലിസ്റ്റ് പ്രോസ്പെക്ട്സിന്റെയും ഡ്രീമിന്റെയും ലിസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നമ്മൾ ഇന്നലെ കർണാടക ചെയ്തു. നമ്മൾ ഇന്ന് നിങ്ങളെ ഇന്ന് കേരളത്തിലെ നിങ്ങളെ ഞാൻ അഭിസംബോധന ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നു. ओके सर, थैंक यू सो मच। तो आज हम लोग सीधा टॉपिक पे बातचीत करते हैं, क्योंकि 4 o'clock पे एक बहुत इम्पोर्टेंट मीटिंग रहता है डेली, जो एक कोर लीडर्स आके हम लोगों से बातचीत करते हैं, और वो मीटिंग यूनिक एजुकेशन सिस्टम UES का जो ऑफिशियल यूट्यूब चैनल है उस पे रहता है। और आज उसके बहुत ज्यादा मायने इसलिए हैं क्योंकि आज वहाँ पे हम सबके गुरुदेव BC छावड़ा जी आ रहे हैं। तो हम लोग आज की इस मीटिंग को 3:30 तक हम लोग फिनिश करने का कोशिश करेंगे। നമ്മൾ സ്ട്രേറ്റ് ആയിട്ട് നമ്മൾ മീറ്റിംഗിലേക്ക് ടോപ്പിക്കിലേക്ക് കടക്കുവാണ്. അതിന് കാരണം എനിക്കൊരു 4 മണിക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീറ്റിംഗ് ഉണ്ട്. നമ്മുടെ യുണീക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു സംബന്ധമായ ഒരു മീറ്റിംഗ് ആണ്. നമ്മുടെ കോർ ലീഡേഴ്സ് എല്ലാവരും ഉണ്ട്. അതോടൊപ്പം നമ്മുടെ ഗുരു BC छावड़ा जी ആ മീറ്റിംഗിലാവുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ ഒരു 3:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ ഫിനിഷ് ചെയ്യാനുള്ള ഉദ്ദേശത്തോടാണ് പ്രോഗ്രാമിലേക്ക് കടക്കുന്നത്. अगर हमें RCM में बहुत बड़े लेवल पे जाना है तो हमें एक बड़ा नेटवर्क बनाना पड़ेगा। നമുക്ക് RCM ബിസിനസ്സിൽ വലിയ വലിയ ഉയരങ്ങളിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു വലിയ നെറ്റ്വർക്ക് ഉണ്ടാക്കിയേ പറ്റൂ. और बड़ा नेटवर्क कैसे बनाया जाए उसके लिए एक बहुत आसान और डुप्लीकेबल तरीका यूनिक एजुकेशन सिस्टम ने हमें दिया है, और उस तरीके का नाम है 6 बेसिक्स। വലിയ നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ സഹായകമാകുന്ന ഒരു വലിയ സിസ്റ്റം നമ്മള് യുണീക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സിസ്റ്റത്തിന്റെ പേരാണ് 6 बेसिक्स। 6 बेसिक के सेकंड स्टेप लिस्ट मेकिंग पे कल हम लोगों ने बहुत डिटेल में बातचीत किया कि हमें किस प्रकार से ड्रीम्स का और प्रोस्पेक्ट्स का लिस्ट बनाना चाहिए। ओवर। 6 ബേസിക്കിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് ആയിട്ടുള്ള ലിസ്റ്റ് ബിൽഡിംഗ് നമ്മൾ ഇന്നലെ വളരെ വിശദമായിട്ട് സംസാരിച്ചു. എങ്ങനെ ഡ്രീമിന്റെയും പ്രോസ്പെക്ട്സിന്റെയും ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റി. आज हम 3rd बेसिक के ऊपर डिटेल में बातचीत करेंगे, जो बेसिक है कॉन्टेक्ट एंड इनवाइट। ഇന്ന് നമ്മൾ മൂന്നാമത്തെ ബേസിക്കിനെ പറ്റി വളരെ വിശദമായിട്ട് സംസാരിക്കാം. കോണ്ടാക്ട് ആൻഡ് ഇൻവൈറ്റ് എന്നുള്ള സബ്ജക്ട്. तो मैं ये उम्मीद करता हूं कि आप सबके पास में आपने लिस्ट बना रखी है, ड्रीम्स की भी और प्रोस्पेक्ट्स की लिस्ट बना रखी है, और आपके पास में कम से कम 500 लोगों की एक लिस्ट है, प्रोस्पेक्ट लिस्ट आपके पास में है। ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും പ്രോസ്പെക്ട്സിന്റെയും ഡ്രീമിന്റെയും ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത്. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഒരു 500 ആൾക്ക് അറിയാത്തൊരു ലിസ്റ്റ് ഉണ്ടാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. और मैं ये उम्मीद करता हूं कि आप इस लिस्ट को हमेशा बढ़ाते रहें। आपका टारगेट रहे कि मैंने इस लिस्ट को 1000 लोगों का लिस्ट बनाना है, 2000 लोगों का लिस्ट बनाना है, 5000 लोगों का लिस्ट बनाना है। जितना बड़ा आपका लिस्ट होगा उतना बड़ा भविष्य में आपका नेटवर्क बनेगा। ഞാൻ ഒരു കാര്യം കൂടി വിശ്വസിക്കുന്നു, നിങ്ങളുടെ ലിസ്റ്റ് വലുതാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെ പറ്റി. നിങ്ങളുടെ ലിസ്റ്റ് വലുതാന്ന് വെച്ചാൽ നിങ്ങളുടെ ലിസ്റ്റ് ടാർഗറ്റ് 500 ആളിന്ന് 1000 ആളിലേക്കും, 1000 ആളിന്ന് 2000 ആളിലേക്കും, 2000 ആളിന്ന് 5000 ആളിലേക്കും ഒക്കെ നിങ്ങളുടെ ലിസ്റ്റ് വലുതാന്ന് വെച്ച് മാത്രമേ നിങ്ങൾക്ക് വലിയ നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. और लिस्ट बनाने के बाद हम अपनी लिस्ट को 3 कैटेगरीज में डिवाइड करते हैं, हॉट, वार्म एंड कोल्ड। ലിസ്റ്റ് ഉണ്ടാക്കിയ ശേഷം നമ്മൾ നമ്മുടെ ലിസ്റ്റിനെ 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു: हॉट, वार्म, कोल्ड। तो उसको कैटेगराइज करने के बाद में हमने प्रॉपर अपॉइंटमेंट लेना है। जो व्यक्ति हमारी लिस्ट में है उनसे हमने फोन करना है। फोन का जो तरीका है अपॉइंटमेंट लेने का वो बेस्ट तरीका माना गया है। तो उनसे प्रॉपर अपॉइंटमेंट लेना है ताकि हम उनसे मिलके अपने प्रोडक्ट के बारे में और बिजनेस के बारे में बता सकें।
നമ്മൾ അദ്ദേഹത്തിന് ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് വാങ്ങാന്നുള്ള ഇമ്പോർട്ടന്റ് ആണ്. കാരണം അദ്ദേഹത്തിനോട് പ്രൊഡക്റ്റിനെ പറ്റിയും സിസ്റ്റത്തെ പറ്റിയും കമ്പനിയെ പറ്റിയൊക്കെ സംസാരിക്കണമെങ്കിൽ കറക്റ്റ് ആയിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനം. सबसे पहले आपने अपने आप को चेक करना है कि आप आरसीएम बिजनेस में हैं, आपका काम करने का तरीका एक प्रोफेशनल की तरह है या आप अमेच्योर की तरह से काम कर रहे हैं. നിങ്ങൾ സ്വയം ഒന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ ആർസിഎം ബിസിനസ് ചെയ്യാൻ തുടങ്ങിയ സ്ഥിതിക്ക് നിങ്ങൾ ചെക്ക് ചെയ്യണം, നിങ്ങൾ ആർസിഎം ബിസിനസ് ചെയ്യുന്നത് ഒരു പ്രൊഫഷണൽ വേയിലാണോ അല്ലെങ്കിൽ ഒരു അമേച്ചർ വേയിലാണോ ചെയ്യുന്നത് എന്ന് ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. जो अनमेच्योर लोग होते हैं, जिनमें मैच्योरिटी नहीं होती है, वो जनरली इंतजार करते रहते हैं कि उनकी अपलाइन उनके पास में आएगी, उनको मोटिवेट करेगी और फिर वो फोन उठाएंगे और किसी व्यक्ति से अपॉइंटमेंट लेंगे. നമ്മൾ അമേച്ചർ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ കാത്തിരിക്കും, അവരെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി അപ്ലൈൻ വരും എന്നുള്ളതിന് വേണ്ടി അവർ കാത്തിരിക്കും. जबकि प्रोफेशनल उनके पास में अपने गोल्स हैं, उन्हें मालूम है कि उन्हें ये बिजनेस क्यों करना है, वो क्यों कर रहे हैं, इसलिए उनको किसी बाहरी मोटिवेशन की जरूरत नहीं रहती. वो हमेशा अपने आप से मोटिवेटेड रहते हैं और जब भी वो अपनी लिस्ट पे काम करते हैं, कॉलिंग करते हैं, तो वो हमेशा एक्साइटेड और मोटिवेटेड होते हैं. ഒരു അതേസമയം ഒരു പ്രൊഫഷണൽ ആയ വ്യക്തി ഒരിക്കലും ഒരു പുറത്തുനിന്നുള്ള മറ്റൊരാളുടെ മോട്ടിവേഷന് വേണ്ടി കാത്തിരിക്കില്ല. അയാൾ ഓൾവേസ് എപ്പോഴും അയാൾ സ്വന്തം സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കും. അയാൾ അയാളുടെ ലിസ്റ്റ് ഉണ്ടാക്കി ആ ലിസ്റ്റിലെ ആൾക്കാരെ വിളിക്കാൻ വേണ്ടി ഒരു അപ്ലൈന്റെ മോട്ടിവേഷന് വേണ്ടി ഒരിക്കലും വെയിറ്റ് ചെയ്യില്ല. ओके सर. अनमैच्योर लोग रिजल्ट की परवाह नहीं करते, वो काम करते हैं. उनको काम करने से रिजल्ट उतना वो फोकस चूंकि नहीं रखते हैं, इसलिए वो उतना ज्यादा सीरियस नहीं होते हैं बहुत सारी चीजों को लेके और उनका एक एटीट्यूड होता है कि सब चलता है, कोई फर्क नहीं पड़ता. तो इसलिए वो रिजल्ट के प्रति कभी भी उतने ज्यादा फोकस नहीं होते हैं. അമേച്ചർ ആൾക്കാർ ഒരിക്കലും റിസൾട്ടിനെ കുറിച്ച് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അവര് ചെയ്യും, എല്ലാം അതുപോലെ നടന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നടന്നു പോകും, അല്ലെ സ്വയം നടന്നു പോകുന്ന ധാരണത്തിൽ അവരൊരു റിസൾട്ട് എന്നുള്ള അവർക്കൊരു ശ്രദ്ധയുള്ള കാര്യമേ ആവാറില്ല. प्रोफेशनल रिजल्ट ओरिएंटेड होते हैं. उन्हें ये भी मालूम है कि रिजल्ट प्राप्त करने का तरीका क्या है और वो बहुत फोकस रहते हैं. वो हर तरीके का इस्तेमाल करते हैं जो उनको रिजल्ट तक लेके जाता है. അതേസമയം പ്രൊഫഷണൽ ആൾക്കാർ എപ്പോഴും റിസൾട്ട് ഓറിയന്റഡ് ആയിരിക്കും. അവർക്കറിയാം റിസൾട്ട് ഉണ്ടാക്കേണ്ടത് വഴികൾ എന്തൊക്കെയാണെന്നുള്ളതും അവരെപ്പോഴും റിസൾട്ടിലേക്ക് എത്താനുള്ള വഴികൾ അന്വേഷിച്ചുകൊണ്ട് ആ വഴിയിൽ കൂടെ മാത്രം സഞ്ചരിക്കുന്ന ആയിരിക്കും. അതുകൊണ്ട് പ്രൊഫഷണൽ ആയ എപ്പോഴും റിസൾട്ട് ഓറിയന്റഡ് ആയിരിക്കും, റിസൾട്ടിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. अनमैच्योर लोग कभी भी सीखने को बहुत ज्यादा फोकस नहीं करते. वो बातों को सुनते हैं, वो मीटिंग में भी प्रेजेंट रहते हैं, लेकिन चूंकि उनका लर्निंग एटीट्यूड नहीं रहता है तो उनको ये लगता है कि उन्हें सब कुछ आता है, तो इसलिए वो बहुत ज्यादा फोकस नहीं होते हैं लर्निंग के लिए. അമേച്ചർ ആൾക്കാര് ലേണിംഗ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവില്ല. അവർ മീറ്റിങ്ങിലൊക്കെ വന്നിരുന്നാലും പക്ഷെ അവരൊന്നും പഠിക്കാൻ തയ്യാറല്ല. പഠിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ള ഒരു ആവശ്യമേ അവരുടെ മനസ്സിലുണ്ടാവില്ല. ओके सर. प्रोफेशनल हमेशा लर्निंग एटीट्यूड उनका रहता है और वो अपनी स्किल्स को एनहांस करने के लिए हमेशा काम करते रहते हैं. പ്രൊഫഷണൽ ആൾക്കാർ എപ്പോഴും അവരുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനുള്ള എല്ലാ വഴികളും അവർ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. आरसीएम बिजनेस में आपको केवल काम करने से लाभ नहीं होगा, आपको प्रोफेशनल तरीके से काम करने से फास्ट और श्योर रिजल्ट मिलेंगे. ആർസിഎം ബിസിനസ്സിൽ നമ്മൾ വെറുതെ ജോലി ചെയ്തുകൊണ്ട് നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല. നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നമുക്ക് ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. तो जब भी आप कॉलिंग करें, हमेशा प्रोफेशनल की तरह बिहेव करें. प्रोफेशनल लोग जिस प्रकार से काम करते हैं उस एटीट्यूड के साथ में आपने लोगों से अपॉइंटमेंट लेना है.
അതുകൊണ്ട് തന്നെ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത്, ഫോൺ വിളിക്കുന്ന സമയത്ത് നമ്മൾ പ്രൊഫഷണൽ ചെയ്യുന്ന രീതിയിൽ, പ്രൊഫഷണൽ അപ്രോച്ചിൽ ചെയ്യണം കാര്യങ്ങൾ. ഒരു പ്രൊഫഷണൽ കോൾ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. तो जब हम लोगों को कॉल करते हैं उस समय हमारे 2 ऑब्जेक्टिव रहते हैं. നമ്മൾ ആളുകളെ സാധാരണ ഫോൺ വിളിക്കുമ്പോൾ 2 കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അതിൽ പ്രധാനമായിട്ടും. पहला हमारा कारण रहता है फॉर इमीडिएट अपॉइंटमेंट. हमें लोगों से बात करके अपॉइंटमेंट लेना है और उनको जाके अपना प्रोडक्ट दिखाना है और प्लान दिखाना है. അതിൽ ഒന്നാമത്തെയാണ് ഒരു അപ്പോയിന്റ്മെന്റ്, പെട്ടെന്നുള്ള അപ്പോയിന്റ്മെന്റ് എടുക്കല്. അത് നമ്മുടെ പ്രോഡക്റ്റ് കാണിക്കാനോ അല്ലെങ്കിൽ പ്ലാൻ കാണിക്കാൻ വേണ്ടി അവർക്ക് അവരുടെ സമയം ചോദിച്ചുകൊണ്ട് അപ്പോയിന്റ്മെന്റ് എടുക്കലാണ് ഏറ്റവും ഒന്നാമത്തെ കാര്യം. और दूसरा हमारा कॉल करने का ऑब्जेक्ट ये रहता है कि कुछ ऐसे लोग हैं हमारी लिस्ट में जो हमारी लिस्ट के कोल्ड पार्ट में है, वो कोल्ड लिस्ट का हिस्सा है. सो उन लोगों को हमें अभी प्लान नहीं दिखाना है, उनसे हमें रिलेशन बिल्ड करना है अभी. तो इसलिए हमें उनको भी टाइम टू टाइम कॉल करना है. രണ്ടാമത്തെ ലക്ഷ്യമാണ് നമ്മുടെ ലിസ്റ്റിലുള്ള കോൾഡ് കോൺടാക്ട്സ്. അതായത് നമ്മൾ ഇപ്പം അവരെ പ്ലാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷെ ഭാവിയിൽ നമുക്ക് അവരോട് ആർസിഎം പറയാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ, അവരുമായിട്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഫോൺ കോളിംഗ് ആണ് രണ്ടാമത്തെ ലക്ഷ്യം നമ്മൾ കോൾ ചെയ്യുന്നതിന്റെ. तो अब हम बातचीत करते हैं कि अगर हमें इमीडिएट अपॉइंटमेंट लेना है प्लान दिखाने के लिए और प्रोडक्ट करने के लिए, तो किस तरीके से हमें काम करना चाहिए, हाउ टू टेक अपॉइंटमेंट. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ നമുക്ക് പെട്ടെന്ന് പ്ലാൻ കാണിക്കാനും പ്രോഡക്റ്റ് കാണിക്കാൻ വേണ്ടി പെട്ടെന്ന് അപ്പോയിന്റ്മെന്റ് എടുക്കാനുള്ള നമ്മുടെ മാർഗങ്ങൾ എന്തൊക്കെയാണ്, ടെക്നിക്ക് എന്തൊക്കെയാണ് നമുക്കൊന്ന് പഠിക്കാം. देयर आर सम अप्रोचेस. कुछ ऐसी अप्रोच हैं जो आप अपॉइंटमेंट के समय में अप्लाई कर सकते हैं. एंड द फर्स्ट इज डायरेक्ट अप्रोच. ചില അപ്രോച്ചുകളാണ് ചില സമീപനങ്ങളാണ് നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കാനുള്ളത്. അതിൽ ഏറ്റവും പ്രധാന ഫസ്റ്റ് സമീപനമാണ് ഡയറക്റ്റ് അപ്രോച്ച്, നേരിട്ട് സമീപിക്കുക. डायरेक्ट अप्रोच मीन्स आप जिस भी व्यक्ति से बातचीत करते हैं तो उसमें आप डायरेक्टली बिजनेस की बातचीत कर सकते हैं कि मैंने एक बिजनेस स्टार्ट किया है और उसके बारे में मैं आपसे मिलना चाहता हूं. जहां पे आप बिजनेस क्या है वो नहीं बताएंगे, लेकिन आप बिजनेस का जिक्र करेंगे, वो अप्रोच डायरेक्ट अप्रोच कहलाती है. ഡയറക്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വ്യക്തിയോട് ഡയറക്റ്റ് ആയിട്ട് കാര്യം പറയാതെ, ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ആ ബിസിനസിനെ പറ്റി എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്, ബിസിനസ് എന്താണെന്നോ കാര്യങ്ങളൊന്നും പറയുന്നില്ല, അദ്ദേഹത്തിൽ ഒരു താല്പര്യം ജനിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു, ആ ഒരു ബിസിനസിനെ പറ്റി സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നു. അതാണ് ഡയറക്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. सेकंड अप्रोच इज टेक ओपिनियन. जब हम फोन करते हैं तो हम उनसे ये कहते हैं कि मैंने अभी एक नया काम स्टार्ट किया है और मैं आपको जानता हूं, आप बहुत इंटेलिजेंट हैं, इसलिए मैं आपसे सलाह लेना चाहता हूं. तो ये एक सेकंड टाइप की अप्रोच है, उनसे सजेशन के. രണ്ടാമത്തെ അപ്രോച്ചാണ് നമ്മൾ അഭിപ്രായം ചോദിക്കുക. അവരോട് നമ്മൾ വിളിച്ച് ചോദിക്കുന്നു, ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്, ഞാനത് ചെയ്താൽ ശരിയാകുമോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള അഭിപ്രായം ചോദിക്കുന്ന രൂപത്തിൽ നമുക്ക് അവരെ അപ്രോച്ച് ചെയ്യാം. हेलो सर, आवाज नहीं सुना सर. സൗണ്ട് പോയോ? आपसे नहीं लेंगे. सर आपका आवाज कट गया सर. आवाज भी गया, ऑडियो भी, वीडियो भी गया. വീഡിയോ भी गया. ഓക്കെ, അദ്ദേഹം പറഞ്ഞിരുന്നു ഇൻ കേസ് വീഡിയോ അത് കണക്ഷൻ കട്ടാകാണെങ്കിൽ ഒന്ന് നോക്കാൻ എന്നോട് പറഞ്ഞിരുന്നു. കട്ടായിട്ടുണ്ട്. ഇപ്പൊ ആള് തിരിച്ചു വരും. നെറ്റ്വർക്കിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ എല്ലായിടത്തും സംഭവിക്കുന്നുണ്ട്. എനിവേ അതൊരു കാര്യം പറയാനുള്ളത്. ഹലോ, ആ സ്ക്രീനിൽ കുത്തി വരയ്ക്കരുതെന്ന് പറയും. അതന്നെ, ആരോ ഒരാൾ അതിൽ സ്ക്രീനിൽ വരയ്ക്കുന്നുണ്ട്. അത് മോശമാണല്ലോ. നമ്മൾ പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ ആദ്യമേ പറയുന്നത് നമ്മളുടെ വിദ്യാഭ്യാസമുള്ള ആളുകളാണെന്നാണ്. ഇതിലിങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? മൊബൈലിലാണെങ്കിൽ ഇതിലാണെങ്കിൽ ആ ഷെയർ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ടച്ച് ചെയ്യാതിരിക്കുക.
അത് ഡിസേബിൾ ചെയ്യാൻ പറ്റുന്നതാണ്, പക്ഷെ അത് അദ്ദേഹം ചെയ്തിട്ടില്ല. കാരണം നമ്മൾ അങ്ങനെ ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ട്. ഇത് യൂട്യൂബിൽ സ്ക്രീൻ ചെയ്യുന്നതാണ്. അപ്പൊ ചെയ്യുന്ന സമയത്ത് ഇത് എന്നും ആ വരകൾ അതിനകത്ത് കാണും. ആവശ്യമില്ലാത്ത കാര്യം ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ഓഡിയോയും മ്യൂട്ട് ചെയ്ത് വെക്കുക, വീഡിയോ മാത്രം ഓൺ ചെയ്ത് വെക്കുക, പ്രോഗ്രാം കാണുക. അതിനകത്ത് പഠിക്കാൻ വേണ്ടി അതിൽ ചെയ്ത് നോക്കരുത്, കാരണം അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. प्लीज जो भी लोग उसका शेयरिंग ऑप्शन में टच मत कीजिए. वो स्क्रीन में लाइन आ रहा है, वो जो यूट्यूब में जाएगा तो पूरा उसमें अच्छा नहीं. സാറിന്റെ സൗണ്ട് വലിയുന്നുണ്ട്, കേൾക്കുന്നില്ല. പ്ലീസ് അവോയ്ഡ് ഡിസ്റ്റർബിംഗ് ദാറ്റ്. ഓക്കെ, ഇപ്പൊ ആണ് 21 സ്റ്റെപ്പ്. അതില് ഹലോ വിനോ സർ, എന്റെ സൗണ്ടിന്റെ പ്രശ്നമുണ്ടോ? ഉണ്ട്, വലിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ക്ലിയർ ആയി. ഇപ്പൊ ക്ലിയർ ആയി. ഓക്കെ, അത് ചില സമയത്ത് അങ്ങനെ വരുന്നു, നെറ്റ് പ്രോബ്ലം ആയതുകൊണ്ടായിരിക്കും. സാറിന്റെയും എൻട്രി ആയിട്ടില്ല. ഓക്കെ, അപ്പൊ അതില് 100% പ്രൊഡക്റ്റ് ഉപയോഗിക്കാമെന്നും 100% പ്രൊഡക്റ്റ് ഉപയോഗിക്കുക എന്നുള്ളതും ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതും പ്രാഥമികമായിട്ട് 2 സ്റ്റെപ്പാണ്. മൂന്നാമത്തേതാണ് നമുക്ക് ഇന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആളുകളെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യുകയും ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതില് ലിസ്റ്റ് മേക്കിങ്ങിനെ കുറിച്ച് ഇന്നലെ പറഞ്ഞു. പ്രൊഫഷണലായിട്ട് നമ്മൾ എങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കണം, പലപ്പോഴും നമ്മൾ പറയുന്നതാണെങ്കിലും പ്രായോഗികമായിട്ട് നമ്മുടെ ലീഡർമാരിൽ ആരും തന്നെ അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയതായിട്ട് കാണുന്നില്ല. ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു ഡയറി കാണിക്കുകയുണ്ടായി. ഒരു 10-15 വർഷമെങ്കിലും പഴക്കമുള്ള വലിയ ഒരു ഡയറി, ഒരു ലെഡ്ജർ. അതിനകത്ത് ഓരോ പേജിലും ഇങ്ങനെ ആളുകളുടെ പേര് എഴുതിയിരിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും അറിയാം, നമ്മളിപ്പോ വീട്ടിലൊരു കല്യാണം നടക്കുകയാണെങ്കിൽ കല്യാണത്തിന് നമ്മൾ ആളുകളെ ഇൻവൈറ്റ് ചെയ്യാൻ ലിസ്റ്റ് തയ്യാറാക്കുന്ന പോലെ വീട്ടിലുള്ള പ്രധാനപ്പെട്ട മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഇരുന്ന് നമുക്ക് പരിചയമുള്ള മുഴുവൻ ആളുകളെയും ലിസ്റ്റ് ശരിക്കും ഡയറിയിൽ എഴുതുക തന്നെ വേണം. എന്നിട്ട് അവരെ നമുക്ക് അപ്രോച്ച് ചെയ്യാം. അപ്രോച്ച് ചെയ്യുന്ന ആളുകൾ എല്ലാവരും ജോയിൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നമ്മൾ നമ്മുടെ ഭാഗം ക്ലിയർ ആക്കണം. അതിന്റെ ആവശ്യകത എന്താണെന്ന് വെച്ചാൽ, ആർസിഎമ്മിലേക്ക് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന് വരുന്ന ആളുകൾ തുടക്കത്തിൽ വന്നു കഴിയുമ്പോൾ അവർക്ക് പരിചയമുള്ള കുറച്ച് ആളോട് പറയുന്നു. ആ പറയുന്ന ആളുകൾ അതിനെ സ്വീകരിച്ചില്ലെങ്കിൽ മാനസികമായിട്ട് നമുക്കൊരു ധൈര്യക്കുറവ് അനുഭവപ്പെടും. കാരണം ഞാൻ എല്ലാവരോടും പറഞ്ഞു, എനിക്കറിയാവുന്നവരോടൊക്കെ പറഞ്ഞ് അവരാരും സ്വീകരിക്കുന്നില്ല. ഇതെനിക്ക് പറ്റിയ പണിയല്ല. കാരണം ഞാൻ നല്ലവരായിട്ട് കണക്കാക്കിയവരൊന്നും ഇതിനോട് അസോസിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് അവർക്ക് തോന്നും. എന്നാൽ നമ്മുടെ കയ്യിൽ 500 1000 ഉള്ള ലിസ്റ്റ് ഉണ്ടെങ്കിൽ 50 പേര് നോ പറഞ്ഞാലും ബാക്കി 950 പേരുണ്ട്, അല്ലെങ്കിൽ 450 പേര് ഇനിയും കാണാനുണ്ട് എന്നുള്ള ധൈര്യം നമുക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു പ്രചോദനമാകും. അതുകൊണ്ട് തുടർന്ന് നമുക്ക് മുമ്പോട്ട് പോകാനുള്ള ധൈര്യം തരുന്ന ഏറ്റവും വലിയ ഒരു സംഗതി ആയിരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന ലിസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോ ഈ പ്രോഗ്രാം കേൾക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇത് വളരെ സീരിയസ് ആയിട്ട് സ്വീകരിക്കേണ്ട ഒരു നിർദ്ദേശമാണ്. അത് എത്രയും വേഗം നമ്മൾ എല്ലാവരും ചെയ്തിട്ടില്ലാത്ത ആളുകൾ ചെയ്യണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ സീനിയർ ആളാണ്, ഇനി ഞാൻ ഇത് ചെയ്തിട്ടില്ലെന്ന് എങ്ങനെയാ പറയുക, അതുകൊണ്ട് എങ്ങനെയാണ് ഞാൻ ചെയ്യാതിരിക്കുക? അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. 2001 ആർസിഎമ്മിൽ ജോയിൻ ചെയ്ത വത്സാറ് 10 വർഷത്തോളം ആളുകൾ ലീഡർമാരൊക്കെ ലിസ്റ്റ് ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു, ലിസ്റ്റ് ഉണ്ടാക്കണം. പക്ഷെ സ്വന്തമായിട്ട് ഉണ്ടാക്കി തുടങ്ങിയില്ല. എന്നാൽ 2010 ശരിക്കും അദ്ദേഹം പ്രൊഫഷണൽ ആയിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയതെന്ന് പറയുകയുണ്ടായി. അപ്പോൾ അത്തരത്തിൽ ഞാൻ നേരത്തെ ചെയ്തിട്ടില്ല എന്നുള്ള, ഇനി എങ്ങനെ തുടങ്ങും എന്നുള്ള ഒരു സങ്കോചം ആർക്കും വേണ്ട. ലിസ്റ്റ് തയ്യാറാക്കുക, അതിനെ പ്രൊഫഷണലായിട്ട് എങ്ങനെ ചെയ്യണം അതിന് ഒരു ഫോർമുല തന്നെ പറഞ്ഞിരുന്നു. ആ ഫ്രണ്ട്സ് എന്നുള്ള ഒരു ഫോർമുല, അത് മറന്നു പോകാതിരിക്കാനാണ്. അപ്പൊ അത് പ്രകാരം നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ, ഫാമിലീസ്, റിലേറ്റീവ്സ്, പിന്നെ അങ്ങനെ ഓരോ തരത്തിലും നമുക്ക് നമ്മളുമായിട്ട് ബന്ധത്തിൽ വരാൻ കഴിയുന്ന എല്ലാ കാറ്റഗറിയിലും പെട്ട ആളുകളെ, അതിൽ തന്നെ ഇന്നിപ്പോ അദ്ദേഹം തുടങ്ങിയപ്പോ പറഞ്ഞത് ഹോട്ട് ലിസ്റ്റ്, ഫാം ലിസ്റ്റ്, കോൾ ലിസ്റ്റ്. ഇതിൽ പെട്ടെന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളും, അതായത് നമ്മളോട് സാധിക്കും നമുക്ക് ഉറപ്പുള്ളവരും, ചിലപ്പോൾ വരാതിരിക്കാം എന്ന് വിചാരിക്കുന്നവരും, വരാൻ തീരെ സാധ്യതയില്ലെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആളുകളെ ഒന്ന് കാറ്റഗറൈസ് ചെയ്തിട്ട് അതിൽ നമ്മൾ പറഞ്ഞാൽ സഹകരിക്കും, വരും എന്ന് ഉറപ്പുള്ള ആളുകളെ ആദ്യം കാണുക. അപ്പം ആ ലിസ്റ്റ് ഉണ്ടാക്കുന്നതിനകത്ത് ഇങ്ങനെ ഒരു തരംതിരിവും കൂടെ നമ്മൾ ചെയ്യണം.
ഓക്കെ, അപ്പോ തീർച്ചയായിട്ടും സാർ നെയ് ആയ, സാർക്ക് സൗണ്ട് നെയ് ആയ. അപ്പോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നിപ്പോ അദ്ദേഹം പറഞ്ഞതില് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്, ഒരു കാഷ്വൽ ആറ്റിറ്റ്യൂഡിലായിരിക്കരുത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇതിന് വളരെ വലിയ പ്രസക്തിയുണ്ട്. കാരണം ആളുകൾ ഏത് മേഖലയിലുള്ളവരും എങ്ങോട്ട് പോകണം എന്ന് അറിയാൻ പാടില്ലാതെ സ്തംഭിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് ഇനിയുള്ള കാലം ഏറ്റവും കൂടുതൽ സ്കോപ്പ് എന്ന് വിചാരിക്കുമ്പോൾ ആളുകൾ ശരിക്കും ഇതിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തത് കൊണ്ട് ആര് പറഞ്ഞാലും ഇതാണ് ശരിയായ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് വിചാരിച്ച് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനിടയാവും. അപ്പോൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വലിയൊരു അവസരമാണെന്ന് പറഞ്ഞ് എല്ലാവരും കേൾക്കുമ്പോൾ ഏതാണ് ശരിയെന്ന് ആളുകൾക്ക് മനസ്സിലാക്കി എടുക്കാൻ ഒരു അവസരം ഉണ്ടാകണമെങ്കിൽ ശരിയായ നെറ്റ്വർക്ക് ഏതാണോ അത് പറയുന്ന ആളുകൾ എഫക്റ്റീവായിട്ട് അത് പ്രസന്റ് ചെയ്യാൻ തയ്യാറാകണം. അതുകൊണ്ട് നമ്മുടെ ആളുകളെ ഇത് എങ്ങനെ ആളുകളെ അപ്രോച്ച് ചെയ്യണമെന്നും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നും പ്രത്യേകമായിട്ട് പറയിപ്പിക്കുന്ന ഒരു പരിശീലന പരിപാടി തന്നെ നമ്മൾ വളരെ എഫക്റ്റീവായിട്ട് ചെയ്യണം. അപ്പോ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ മേന്മ എന്ന് പറയുന്നത് നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകതയാണ്. എന്ന് പറഞ്ഞാൽ ഡെയിലി യൂസബിൾ ആണ്, കൺസ്യൂമബിൾ ആണ്, അഫോർഡബിൾ ആണ്, റിപ്പീറ്റബിൾ ആണ്. എന്ന് പറഞ്ഞാൽ നിത്യോപയോഗത്തിന് നമുക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചുകൊണ്ടും അത് ഉപയോഗിക്കാൻ ആളുകൾക്ക് വഴി കാണിച്ചു കൊടുത്തുകൊണ്ടും അവരുടെ ചെലവ് കുറയ്ക്കാൻ കഴിയുമെന്നും അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്നും ആളുകൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ ഇതിൽ പരം നെറ്റ്വർക്കിന്റെ സാധ്യത മറ്റൊന്നില്ല. ഇത്തരത്തിൽ നോക്കുമ്പോൾ ആർസിഎമ്മിന്റെ എന്താ പറയാ 7 അയൽവക്കത്ത് വരാൻ പറ്റുന്ന മറ്റൊരു പ്രസ്ഥാനവും ഇന്ന് നമുക്ക് ഇല്ല എന്നുള്ളത് നിഷ്തർക്കം. ഉപ്പ് കൊടുക്കുന്ന, 1 രൂപയ്ക്ക് ഷാമ്പു കൊടുക്കുന്ന, 10 രൂപയ്ക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്ന ഏത് കമ്പനിയാണ് ലോകത്തിൽ നെറ്റ്വർക്ക് ചെയ്യുന്നത്? അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ മഹത്വം, മേന്മ നമ്മളൊന്ന് തിരിച്ചറിയുക തന്നെ ചെയ്യണം. അതുപോലെ ഇന്ന് ഇത്രയധികം ആക്റ്റീവ് മെമ്പർഷിപ്പ് ഉള്ള, ഇത്രയധികം ഉൽപ്പന്നങ്ങളുടെ ശ്രേണി, വിതരണ ശൃംഖല നോക്കൂ. ഏത് സെക്ടറിലാണ് ഉൽപ്പന്നങ്ങളില്ലാത്തത്? ലോകത്തിന്റെ തന്നെ ഭാവി നിർണ്ണയിക്കുന്നതാണ് ഓർഗാനിക് ഫാമിംഗ്. ഇനിയുള്ള കാലം ആളുകൾ മുഴുവൻ അതിൽ ശ്രദ്ധിക്കുന്നവരായിരിക്കും. ഇന്ന് ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിലുമായി ഏതാണ്ട് 196 പരം കാർഷിക വിളവുകളിൽ ലക്ഷക്കണക്കിന് കൃഷിക്കാർ ഉപയോഗിച്ച് ഗുണം ബോധ്യപ്പെട്ടിട്ടുള്ള ഓർഗാനിക് ഫാമിങ്ങിന്റെ ടെക്നോളജി എന്ന് പറയുന്നത് ആർസിഎമ്മിന്റെ മാത്രമുള്ള ഒരു യുണീക്ക് ശൃംഖലയാണ്. ഇന്ന് രാവിലെ ഹരിസഞ്ജീവിന് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ധാരാളം ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടി ധാരാളം പ്രോഗ്രാമുകൾ നടത്താറുണ്ട്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിലും എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ പ്രത്യേകത? നമ്മുടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള നമ്മുടെ ഈ കൊച്ചു ഭൂപ്രദേശത്ത് തന്നെ തിരുവനന്തപുരത്ത് വിളയുന്ന സാധനങ്ങൾ അതുപോലെ ആയിരിക്കില്ല കാസർഗോഡ്. അത് പറഞ്ഞാൽ മണ്ണിന്റെ പ്രത്യേകത, കാലാവസ്ഥയുടെ മാറ്റം, ഇതെല്ലാം കൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ ഇന്ത്യയിലെ ഇത്രയും വിശാലമായ ഈ ഭൂപ്രദേശത്ത് പല കാലാവസ്ഥയിലും പല മണ്ണിലും പലതരത്തിലുമുള്ള ഫലങ്ങൾ, അതായത് പഴങ്ങളും പച്ചക്കറികളും പൂക്കളും കായകളും കിഴങ്ങുകളും തുടങ്ങി ഏതു തരത്തിലുള്ള വിളവുകൾക്കും ഇത് അനുയോജ്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു എന്നാണ് ഇന്ത്യയിൽ ഒട്ടാകെ ഇത്രയധികം കർഷകർ ഉപയോഗിക്കുന്നത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം അപ്രസക്തമാണെന്ന് ചോദിക്കുന്ന ആളോട് പറഞ്ഞു കൊടുക്കാനുള്ള കോൺഫിഡൻസ് നമുക്കുണ്ടാവണം. അപ്പോ ഈ സെക്ടറിൽ എത്ര ഉൽപ്പന്നങ്ങളുണ്ട്? അതുപോലെ ഇന്ന് ലോകം മുഴുവൻ ആകെപ്പാടെ എന്താ പറയാ ആശങ്കപ്പെട്ട് ഭയപ്പെട്ട് നിൽക്കുന്നു. എങ്ങനെ രോഗപ്രതിരോധ ശക്തി ഉണ്ടാക്കാം? നമ്മുടെ ഭക്ഷണത്തില് ആവശ്യത്തിലുള്ള പോഷകങ്ങൾ ഇല്ലാത്തതാണ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് അറിവുള്ള എല്ലാവർക്കും അറിയാം. പക്ഷെ പോഷകമുള്ള ഭക്ഷണം എവിടുന്ന് കിട്ടും? പോഷകമുള്ളത് കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, കിട്ടുന്നതിൽ വിഷം മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് ആർസിഎമ്മിന്റെ പ്രസക്തി. ആർസിഎം തരുന്ന ഭക്ഷ്യോൽപ്പന്നങ്ങൾ, ആർസിഎമ്മിന്റെ ഗുണമേന്മയുടെ നിഷ്കർഷ പുലർത്തിക്കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷ്യോൽപ്പന്നങ്ങൾ, മല്ലിമുളക്, മഞ്ഞൾ, മസാലകള്, ഗോതമ്പ് പൊടി തുടങ്ങിയ സാധനങ്ങൾ. അതുപോലെ ലോകത്തിലെ തന്നെ ഏറ്റവും ഉന്നത നിലവാരം പുലർത്തുന്ന ഫിസിക്കലി റിഫൈൻഡ് റൈസ് ബ്രാൻ ഓയിൽ, ഇതൊക്കെ ആർസിഎമ്മിന്റെ എന്താ പറയാ യുണീക്ക്നെസ് ആണ്, വേറിട്ട പ്രത്യേകതകളാണ്. ഇതിനേക്കാളൊക്കെ ഉപരി ഇന്ന് ലോകം കണ്ട മഹാമാരികൾക്കൊക്കെ കാരണം
മനുഷ്യർ ഉപയോഗിക്കുന്ന മാംസവും മാംസ ഉൽപ്പന്നങ്ങളുമാണെന്നും അതിന്റെ സ്ഥിരമായ ഉപയോഗം, അതായത് ചിക്കൻ ആണെങ്കിലും മട്ടൺ ആണെങ്കിലും ബീഫ് ആണെങ്കിലും അത്തരത്തിലുള്ള മത്സ്യമാണെങ്കിലും ഒക്കെ ഇന്ന് വ്യാവസായികമായ ഉൽപാദനത്തിന് വേണ്ടി ഫോക്കസ് ചെയ്യുമ്പോൾ അതിലൂടെയൊക്കെ പലതരത്തിലുള്ള ദോഷം നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ ആളുകളെ സംബന്ധിച്ച് മാധ്യമങ്ങളുമായിട്ട് കൂടുതൽ അടുത്ത് ഇടപെടുന്നുണ്ട്. പത്രങ്ങളിലൂടെയും ടിവികളിലൂടെയും ഇതിന്റെ ദോഷത്തെക്കുറിച്ച് വളരെ ബോധവാന്മാരാണ്. അങ്ങനെ വരുമ്പോൾ ആർസിഎമ്മിലും മാത്രമുള്ള ഈ ഗുഡ് ഔട്ട് വെറൈറ്റീസിന്റെ പ്രാധാന്യം ശരിക്കും അത് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്താൽ മതി. കാരണം കേരളത്തിലെ ആളുകളിൽ 98% ആളുകളും അല്ലെ അതിൽ കൂടുതൽ ആളുകളും നോൺ വെജ് ഉപയോഗിക്കുന്നവരാണ്. നോൺ വെജ് ഉപയോഗിക്കുന്ന ആളുകൾ രുചിക്ക് വേണ്ടിയാണ്. എന്നാൽ ആർസിഎം തരുന്ന ഗുഡ് ഔട്ട് ഉൽപ്പന്നങ്ങൾ നോൺ വെജിറ്റേറിയന്റെ ഏത് സ്റ്റഫിന്റെ ഏതിന്റെയും ടേസ്റ്റിൽ രുചിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും അതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും എന്നാൽ ഒരു തരത്തിലുള്ള ദോഷമില്ലാത്തതുമാണ് എന്നുള്ളത് നമുക്കറിയാം. യെസ് സർ, ആഗ്യ സർ. സർ ലൈനിൽ കാണുന്നുണ്ട്. ലൈനിൽ കാണുന്നുണ്ട്, പക്ഷേ സംസാരിക്കുന്നില്ല. നോട്ട് ക്ലിയർ. ഹലോ സർ. ഓക്കെ സാറ് ലൈനിലാകുമ്പോൾ സാറ് വരും. അപ്പോ ഞാൻ പറഞ്ഞത് ഏതാണ്ട് എല്ലാ തരത്തിലുമുള്ള ശൃംഖലയിലും ശ്രേണിയിലും പെട്ട ഉൽപ്പന്നങ്ങൾ ഉണ്ടെന്ന് മാത്രമല്ല അതിനൊക്കെ ഒരു യുണീക്നെസ്സും ഉണ്ട്. എന്ന് പറഞ്ഞാൽ മറ്റൊരു കമ്പനിക്കും മറ്റൊരു പ്രസ്ഥാനത്തിനും ആർസിഎമ്മിന്റെ എന്താ പറയാ 7 അയൽവക്കത്ത് വരാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇനി ഇന്ന് സമൂഹം അനുഭവിക്കുന്ന ഈ പ്രശ്നത്തിന് എന്താണ് പരിഹാരം? ചെലവ് ചുരുക്കാനും ഒരു സെക്കൻഡറി ഇൻകം, അതായത് ഒരു എന്താ പറയാ എക്സ്ട്രാ ഇൻകത്തിനും വേണ്ടി ആളുകൾ ആഗ്രഹിക്കുന്നു. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന വല്ല മാർഗമുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. മാത്രമല്ല ഒരു പാസീവ് ഇൻകം, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റാതെ വന്നാലും അതിൽ നിന്ന് ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആൾക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ആർസിഎം. അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു സംഗതി, ഇന്ന് ഈ കൊറോണ പ്രശ്നം കൊണ്ട് ലോകത്തെല്ലായിടത്തും സാമ്പത്തികമായ അപജയം ഉണ്ടായിരിക്കും. താങ്ക് യു സർ. हेलो, आप सुन पा रहे हैं मुझे? हाँ सर, क्लियर क्लियर. थैंक यू सो मच. एक्चुअली मैंने अभी I restart with my mobile. Sir, oh, so okay. Sorry for the disturbance. अभी हम लोग कंटिन्यू कर सकते हैं? हाँ सर, कर सकते हैं सर. Right sir. So we were talking about how to take appointments. Screen sharing option is not available with me because I am connecting with my mobile. So I will speak. You may please write down. Sir, will not out. We spoke about the direct approach. After that, we spoke about the second approach, and that is take opinions. നമ്മൾ ഡയറക്റ്റ് അപ്രോച്ചിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത്, ഡയറക്റ്റ് രണ്ടാമത് ഒപ്പീനിയനെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ സർ. And the third way of approach is the suspense. You can create suspense. जब आप किसी से बातचीत करते हैं तो आप उनसे बोल सकते हैं कि मैंने एक बहुत बड़ी अपॉर्चुनिटी मेरे पास में है, मैं आपसे बात करना चाहता हूँ. कुछ क्यूरियोसिटी आप पैदा करके भी किसी व्यक्ति को अपॉइंटमेंट ले सकते हैं. മൂന്നാമത്തെ വഴിയാണ് സസ്പെൻസ്. അതായത് നമ്മളൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ബിസിനസിനെ പറ്റി കാര്യങ്ങൾ വിശദീകരിക്കാതെ അയാൾക്കൊരു ക്യൂരിയോസിറ്റി ജനിപ്പിച്ചുകൊണ്ട് അയാളെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന രീതിയാണ് സസ്പെൻസ്. ഓക്കെ. And the fourth and last approach is that
expansion. സാറേ കേൾക്കുന്നില്ലല്ലോ. Expansion means जब भी हम किसी से बातचीत करेंगे तो हम ये बात कर सकते हैं अपॉइंटमेंट लेने के लिए कि एक बहुत बड़ा बिजनेस ऑप्शन है और वो आप एरिया में उसका बहुत एक्सपेंशन का पॉसिबिलिटीज है, तो उस बारे में मैं आपसे बातचीत करना चाहता हूं. सो ये भी एक अप्रोच करने का तरीका है. यस सर. सर नोट्स नहीं सुना सर, लास्ट से क्लियर नहीं था सर. हेलो हेलो हेलो. Sir, your voice was not audible. आप एक और बताइए सर. यस सर. एक बार और बताइए सर. एम आई ऑडियो? नो सर, डिस्टर्ब हो रहा है. हेलो हेलो हेलो. सर, आपका आवाज Hello. ब्रेक हो रहा है. सर सुनाई दे रहा है? हेलो सर. हेलो. अभी सुन पा रहे हैं सर आप? हाँ अभी सुन रहे सर. आप अभी सुन वीडियो पा रहे हैं सर? आर यू अभी सुन पा रहे लिसनिंग? हाँ सर लिसनिंग. आप वीडियो ऑफ रखिए और बात कीजिए सर. Still not. From today morning onwards there is signal issue. So मूर्ति जी सर बीच में जो भी लोग लाइन उनको अच्छा से सुन नहीं पाएगा और मैं बहुत अच्छा महसूस नहीं कर रहा हूँ बिकॉज मैनी पीपल आर वेटिंग फॉर मी. हेलो सर. मैं मूर्ति जी मैं ये कह रहा हूँ कि मेरा है, आप सुन पा रहे हैं मुझे? आ रहे हैं आप मुझे? सुन रहा हूँ सर. मूर्ति जी ओके सर. अभी हम लोग एक लास्ट ट्राई अभी हम लोग एक लास्ट ट्राई करते हैं. मेरा लैपटॉप से स्टार्ट हो गया, सिग्नल आ गया है, तो जब तक हम लोग बात कर सकते हैं हम लोग बात करेंगे. हाँ. और उसके बाद में फिर आप कंटिन्यू कर लीजिएगा मूर्ति जी. ओके ओके सर. सो शैल वी स्टार्ट? हाँ सर प्लीज. Thank you so much. So we were talking about the how to take appointments. There are some approaches. जब हम किसी से बातचीत करते हैं तो उसको हम कुछ तरीके से कुछ अप्रोच कर सकते हैं हम लोग, और हमने 4 अप्रोचेस के बारे में बातचीत किया. Yes sir. വിനോദ് സർ. ഓക്കെ സർ, ഓക്കെ സർ. ആ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തോളൂ. അതായത് പറഞ്ഞ 4 കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ. ഓക്കെ ഓക്കെ. നമ്മൾ 4 കാര്യങ്ങൾ, നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ട 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഡയറക്റ്റ് അപ്രോച്ച് ആണ്. ഡയറക്റ്റായിട്ട് കാര്യം പറയാം. നമ്മൾ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്, ആ ബിസിനസ്സിനെ പറ്റി സംസാരിക്കാനാണ് ഞാൻ വിളിക്കുന്നത് എന്നുള്ള ഡയറക്റ്റ് കാര്യം പറയാം. രണ്ടാമത് ഒപ്പീനിയൻ എടുക്കുക. ഒപ്പീനിയൻ ചോദിക്കുന്ന പോലെ, അതായത് ഞാനൊരു ബിസിനസ് ആരംഭിച്ചിട്ടുണ്ട്,
അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അത് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, അതൊരു അവരുടെ അഭിപ്രായം ചോദിക്കുന്ന മാതൃകയിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ട്, അവരുടെ അപ്പോയിന്റ്മെന്റ് വാങ്ങിക്കുന്ന രീതി. മൂന്നാമത് സസ്പെൻസ് ആയിട്ട് വെച്ചിട്ട് ഞാനൊരു ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു കാര്യം പറയാനുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അതിനെപ്പറ്റി സംസാരിക്കാനാണെന്ന് ഒരു സസ്പെൻസ് ആയി കീപ്പ് ചെയ്തുകൊണ്ട് പറയുന്നത് ഈ 4 കാര്യം. എക്സ്പാൻഷൻ മെത്തേഡ് സാർ പറഞ്ഞ നമ്മൾ ക്ലിയർ ആയിട്ട് കേട്ടില്ല. ഈ 4 മെത്തേഡാണ് നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത്. ओके सर. हाउ टू टेक क्वालिटी अपॉइंटमेंट्स. जब हम लोग क्वालिटी और- अपॉइंटमेंट्स लेते हैं कि जिससे भी हम लोग बातचीत करें, उस अपॉइंटमेंट से हमें रिजल्ट मिले, हमारी अपॉइंटमेंट लेने का जो रेशियो है वो ज्यादा हो. देयर आर पॉइंट इज विद पॉजिटिव एटीट्यूड. ओवर. ഓക്കെ സാർ. ക്വാളിറ്റി അപ്പോയിന്റ്മെന്റ്, നമ്മൾ എടുക്കുന്ന അപ്പോയിന്റ്മെന്റ് നല്ല ക്വാളിറ്റിയുള്ള അപ്പോയിന്റ്മെന്റ്, നല്ല ക്ലിയർ നല്ല ക്വാളിറ്റി ആയിട്ട് വരണമെങ്കിൽ നമ്മൾ എടുക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് സ്റ്റാർട്ട് വിത്ത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. നമ്മൾ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വേണ്ടി കോൾ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലായിരിക്കണം നമ്മൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. तो Okay, जब sir. आपने किसी से बातचीत करना है, फोन पे किसी को आप ले रहे हैं, तो आपका पॉजिटिव एटीट्यूड हो, आप एक्साइटेड होने चाहिए, आप खुश होने चाहिए, और आपको ये लगना चाहिए कि आप बहुत सारे लोगों को हेल्प करने के लिए भी बातचीत करने जा रहे हैं. बहुत सारे लोगों की जिंदगी में आप एक बहुत अच्छी अपॉर्चुनिटी देने जा रहे हैं. तो इस प्रकार का स्टेट ऑफ माइंड होना चाहिए जब आप किसी से कॉन्टेक्ट करने के लिए फोन उठाते हैं. നമ്മളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അതായത് നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ ഒരുപാട് ആൾക്കാരെ സഹായിക്കാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കണം. നമ്മൾ എപ്പോഴും ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ആയിരിക്കണം നമ്മൾ സംസാരിക്കുന്നത്, നമ്മുടെ വോയിസും എല്ലാം പോസിറ്റീവ് ആയിരിക്കണം. അതായത് നമ്മൾ സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പോവാണ്, ഒരുപാട് ആൾക്കാരെ സഹായിക്കാൻ പോവാണ്, ഒരുപാട് ആളുകൾക്ക് നമ്മൾ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണെന്നുള്ള ഭാവത്തോടെ ആ ഒരു മൈൻഡ് സെറ്റോട് വേണം നമ്മൾ അപ്പോയിന്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഫോണിലാണെങ്കിൽ തന്നെ. ഓക്കെ സാർ. ഓക്കെ സാർ. The second point is a proper dress. जब आप किसी there was again signal issue. तो अभी आपको स्क्रीन दिख रहा है? हाँ सर, अब दिखा सर. राइट सर. द सेकंड पॉइंट इज हैव ए प्रॉपर ड्रेस. जब भी आप किसी से बातचीत करें, हालांकि हम टेलीफोन पे बात कर रहे हैं, लेकिन आपने जो ड्रेस पहना हुआ है, अगर आप ड्रेस पे हैं तो आपका कॉन्फिडेंस लेवल थोड़ा एक अलग लेवल का होने वाला है. और तो आप कैजुअल वे में आप बातचीत, बिकॉज आप प्रोफेशनल की तरह से काम कर रहे हैं, आपको रिजल्ट चाहिए. तो जब भी आप किसी से फोन पे बातचीत करें, एक നമ്മളൊരു വ്യക്തിയോട് ഫോണിൽ കൂടെ സംസാരിക്കുകയാണെങ്കിൽ തന്നെയും നമ്മൾ പ്രോപ്പർ ഡ്രസ്സിലായിരിക്കുന്നതിൽ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഫോണിലാണ് സംസാരിക്കുന്നത്, നമ്മൾ കാഷ്വൽ ആയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ പക്ഷെ നമുക്ക് അവിടെ റിസൾട്ട് കുറയും. നമ്മളൊരു പ്രൊഫഷണൽ അപ്രോച്ചിലാണ് കാര്യങ്ങൾ എടുക്കുന്നതെങ്കിൽ നമ്മളവിടെ ഫോണിലാണെങ്കിൽ പോലും, നമ്മൾ വീട്ടിലാണെങ്കിൽ പോലും നമ്മൾ പ്രോപ്പർ ഡ്രസ്സിങ്ങിൽ അതിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വളരെയധികം ഉയർത്തും. നമ്മൾ പ്രോപ്പർ ഡ്രസ്സിലാണെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വളരെയധികം ഉയർന്നിരിക്കും.
Sir, again sound problem? Sir. The third point is, the third point is start with a smile. ये बहुत छोटे छोटे पॉइंट्स हैं, बट ये बहुत इफेक्टिव। Sir. നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് ആണ് സ്റ്റാർട്ട് വിത്ത് എ സ്മൈൽ. बातचीत स्माइल के साथ में बात। Let me cover the points only actually. The fourth point is get to know their well-being. सबसे पहले उनका हालचाल पूछें, उनकी फैमिली के बारे में बात करें। നമുക്ക് സ്റ്റാർട്ട് വിത്ത് സ്മൈൽ, മൂന്നാമത്തെ പോയിന്റ് ആണ് സ്റ്റാർട്ട് വിത്ത് സ്മൈൽ. ചെറിയ ചെറിയ പോയിന്റ് കാര്യങ്ങളാണെങ്കിലും അതിനൊക്കെ വലിയ വലിയ അർത്ഥതലങ്ങളുണ്ട്. ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി നമ്മുടെ അപ്പോയിന്റ്മെന്റ് സംസാരം ആരംഭിക്കുക. അതോടെ തന്നെ നമ്മൾ സ്റ്റേറ്റ് കാര്യത്തിലേക്ക് പോകുന്നവർ അവരുടെ കാര്യങ്ങൾ, അവരുടെ പറ്റിയുള്ള വിശേഷങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ വളരെ നല്ലതായിരിക്കും. എല്ലാവർക്കും അവരെ പറ്റി സംസാരിക്കുന്നത് കേൾക്കാനുള്ള താല്പര്യം കൂടുതൽ. ओके सर. कॉम्प्लीमेंट देम. आप जिस व्यक्ति से बातचीत कर रहे हैं उसकी जो खास बात है, उसकी जो अच्छी चीजें हैं, उनको कॉम्प्लीमेंट कीजिए ताकि उसको एक अच्छा फील हो और वो एक आपके प्रति एक अच्छे एटीट्यूड के साथ में आपकी बात को सुने. അതോടൊപ്പം തന്നെ അവരുടെ നല്ല കാര്യങ്ങൾ, നല്ല വശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉയർത്തി കാണിച്ച് സംസാരിക്കുകയാണ്, ഒന്ന് കോംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറാനും അത് നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ തുടർന്നുള്ള സംസാരത്തിൽ അത് ഒരുപാട് ഗുണം ചെയ്യാനും സഹായിക്കും. इनवाइट देम विद एनी अप्रोच. और ये सब 5 पॉइंट फॉलो करने के बाद में जब आपने उसको बिजनेस के लिए इनवाइट करना है, तो जो पहले हमने अप्रोच आपसे बताई है, डायरेक्ट अप्रोच, सस्पेंस, वो जो 5 जो हमने 4 अप्रोच बताई हैं, उन 4 में से किसी एक अप्रोच को इस्तेमाल करके उसको बिजनेस के लिए इनवाइट करें और उससे अपॉइंटमेंट लें. നമ്മൾ ഇതിൽ ഏതെങ്കിലും ഈ കണ്ട നമ്മളിപ്പോ 5 രീതികൾ പറഞ്ഞു. എന്നാൽ ഏതെങ്കിലും ഒരു രീതിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അവരെ ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. टेक कंफर्मेशन. जब आपने उनको अप्रोच किया और आपने एक समय तय कर लिया है, तो वो समय दोबारा रिपीट करें. फॉर एग्जांपल आपने डिसाइड हुआ है कि आपको फ्राइडे 6 PM पे मुलाकात करना है, तो उसको फाइनल करें कि हम 6 PM पे फ्राइडे को मेरे घर पे मिल रहे हैं. ഒരു കൺഫർമേഷൻ, നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കൺഫർമേഷൻ എടുക്കണം അയാളുടെ മനസ്സിൽ ഒന്നുകൂടെ അത് ഉറപ്പിക്കാൻ വേണ്ടി. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ വെള്ളിയാഴ്ച 6 മണിക്കാണ് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തെങ്കിൽ അയാളുടെ ഫോൺ വെക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ പറയാം നമ്മൾ വെള്ളിയാഴ്ച 6 മണിക്ക് തന്നെയല്ലേ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അയാളുടെ മനസ്സിലേക്ക് ഒന്നുകൂടി അത് ഉറപ്പിക്കാൻ വേണ്ടി, ഒരു കൺഫർമേഷന് വേണ്ടി. The next point is take commitments. कंफर्मेशन लेने के बाद में आप उनसे कमिटमेंट करें कि सर जैसे हमारी बात हुई, आप मेरे घर पे आ रहे हैं, लेकिन ध्यान रखिएगा कि आप थोड़ा सा टाइम से पहले आ जाइएगा और आपका जो 30 मिनट्स हमें चाहिए, तो आप मेक श्योर कि उस 30 मिनट्स में आपके पास में और कोई काम नहीं हो. तो जो भी काम है प्लीज आप दिन में उनको कंप्लीट कर लीजिएगा. सो एक सिंपल कमिटमेंट भी अगर आप लेंगे तो वो मीटिंग में ज्यादा सीरियसली बैठेंगे. അതോടൊപ്പം നമ്മൾ കൺഫർമേഷൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ഒരു കമ്മിറ്റ്മെന്റ് വാങ്ങിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളൊരു അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചു, 6 മണിക്കാണ് അപ്പോയിന്റ്മെന്റ്, അരമണിക്കൂർ അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് കുറച്ച് അദ്ദേഹത്തോട് പറയാം, കുറച്ച് 5 മിനിറ്റ് മുമ്പെങ്കിലും സാർ ഒന്ന് റെഡി ആയിട്ട് നിൽക്കുക. കാരണം ഈ അരമണിക്കൂർ സാറിനും അവൈലബിൾ ആണ്, അതുപോലെ നമുക്കും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമുക്ക് സംസാരിക്കാൻ എന്നുള്ളത് സാറിന്റെ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ വന്ന് ഈ സമയം ഒന്ന് മാറ്റി വെക്കുക എന്നുള്ള രീതിയിലൊരു കമ്മിറ്റ്മെന്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി സീരിയസ്നെസ് കാണിക്കാൻ കഴിയുന്നതിനകത്ത് നമുക്ക് അത് കുറച്ചുകൂടി റിസൾട്ട് നൽകുകയും ചെയ്യും. एंड द कॉल ऑन ए पॉजिटिव नोट. बातचीत में अगर सामने वाले ने आपसे अपॉइंटमेंट नहीं भी दिया है और कुछ असहज बात भी हुई है, तो कॉल की जो एंडिंग है वो एक बहुत पॉजिटिव नोट के साथ और एक अच्छे माहौल में कॉल को आपने डिस्कनेक्ट करना है. ഫോൺ അവസാനിപ്പിക്കേണ്ടത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സംസാരത്തിലായിരിക്കണം. കാരണം ഒരുപക്ഷെ അദ്ദേഹം നമുക്ക് അപ്പോയിന്റ്മെന്റ് തന്നില്ലെങ്കിൽ പോലും നമുക്കൊരു നീരസം പ്രകടിപ്പിക്കുന്ന രീതിയിലല്ലാതെ ഒരു സന്തോഷം ഉണ്ടാകുന്ന രീതിയിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അവസാനിപ്പിക്കലാണ്, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ മാത്രമേ ഫോൺ കോൾ അവസാനിപ്പിക്കാൻ പാടുള്ളൂ. The 10th point is send any requirement information. अगर
कन्वर्सेशन में आपने कुछ बोला है कि मैं आपको कुछ डॉक्यूमेंट भेज रहा हूं या आप कुछ लिस्ट भेज रहे हैं, तो तुरंत बाद में जो आपने कमिटमेंट किया है, जो इन्फॉर्मेशन रिक्वायर्ड है, वो भेजना न भूलें। പത്താമത്തെ പോയിന്റ് ആണ് സെൻഡ് എനി റിക്വയർഡ് ഇൻഫർമേഷൻ. അതായത് നമ്മൾ എന്തെങ്കിലും ഇൻഫർമേഷൻ, നമ്മൾ എന്തെങ്കിലും ഡോക്യുമെന്റ് അയച്ചു കൊടുക്കാമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ലിസ്റ്റ് അയച്ചു കൊടുക്കാമെന്നൊക്കെ നമ്മൾ സംസാരത്തിനിടയ്ക്ക് കമ്മിറ്റ് ചെയ്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പറഞ്ഞ കാര്യം നമ്മൾ ഫോൺ വെച്ച് അപ്പൊ തന്നെ അയച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. गोल्डन रूल्स ऑफ अपॉइंटमेंट, अभी जो पॉइंट हम लोग डिस्कस करने वाले हैं ये बहुत इंपॉर्टेंट पॉइंट हैं अपॉइंटमेंट लेने के समय ध्यान में रखने वाले. നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്ന പോയിന്റുകൾ അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന സമയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഗോൾഡൻ റൂളുകളാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. The first one is always give two options. जब भी आप सामने वाले से बातचीत करें, उन्हें हमेशा दो ऑप्शंस दें कि मुझे आपसे मिलना है, हम आज शाम को 6 बजे मिले या 7 बजे ठीक रहेगा. എപ്പോഴും നമ്മൾ രണ്ട് ഓപ്ഷൻസ് കൊടുക്കണം. നമ്മളൊരാൾ സംസാരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അയാൾക്ക് നമ്മൾ രണ്ട് ഓപ്ഷൻ കൊടുക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ നാളെ രാവിലെ 6 മണിക്ക് കാണാമോ അല്ലെങ്കിൽ 8 മണിക്ക് കാണാമോ, രണ്ട് ഓപ്ഷൻസ് നമ്മൾ കൊടുക്കണം. എപ്പോഴും രണ്ട് ഓപ്ഷൻസ് കൊടുത്ത് ശീലിക്കണം. क्योंकि अगर आप सामने वाले से पूछेंगे कि कब मिलना है तो शायद वो आपको मिलने का टाइम नहीं देगा, और अगर आपने पूछा कि 6 बजे मिले या 7 बजे का टाइम ठीक रहेगा, तो अब उसके पास में मना करने का विकल्प नहीं है. वो ऑप्शन आपने उसको नहीं दिया है, आपने सिर्फ ये ऑप्शन दिया है कि उसने चूज करना है कि 6 बजे उसके लिए मिलना ठीक है या 7 बजे मिलना ठीक है. ये जो पॉइंट है ये बहुत इंपॉर्टेंट, बहुत लॉजिकल, बहुत സയന്റിഫിക് है. അതിന്റെ ഉദ്ദേശം നമ്മൾ ഓപ്ഷൻ എടുക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളോട് അപ്പോയിന്റ്മെന്റ് ചോദിച്ചാൽ ചിലപ്പോൾ അപ്പോയിന്റ്മെന്റ് കിട്ടിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ അയാളോട് 6 മണിക്ക് കാണാൻ പറ്റുമോ അല്ലെങ്കിൽ 7 മണിക്ക് കാണാൻ പറ്റും വെച്ചാൽ അയാൾക്ക് രണ്ടെണ്ണത്തിൽ ഒന്ന് ചൂസ് ചെയ്യേണ്ടി വരും. അല്ല, അപ്പൊ അതേ സമയത്ത് ആ സമയം നമുക്ക് അയാൾക്ക് തരേണ്ടി വരുന്ന ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് ആണത്. അത് സയന്റിഫിക് ആയിട്ടാണ്, നമുക്കത് ഒരു പ്രൊഫഷണൽ അപ്രോച്ച് ആണിത്. അപ്പൊ രണ്ട് ഓപ്ഷൻസ് കൊടുക്കുക എന്നുള്ളത് നമുക്ക് ശീലിക്കണം. होल्ड कमांड ओवर द कन्वर्सेशन. पूरी बातचीत में बातचीत का जो कमांड है वो आपके हाथ में रखना है. आपने सामने वाले से कोई भी चीज ऐसा नहीं है कि उसने वो कमांड को आपकी कन्वर्सेशन की कमांड उसको नहीं देनी. फॉर एग्जांपल, आप अगर उनसे पूछेंगे कि कौन सा टाइम आपके लिए उपयुक्त है, ऐसा बोल के आपने उनको कमांड दे दिया, बल्कि आपने अपने लिए जो उपयुक्त टाइम है वो टाइम बताना है, आपके लिए जो उपयुक्त दिन है वो बताना है, लेकिन दो विकल्प देने हैं. നമ്മൾ സംസാരിക്കുന്ന കമാൻഡ് എപ്പോഴും നമ്മുടെ കയ്യിലായിരിക്കണം. നമ്മളായിരിക്കണം സംസാരിക്കുന്ന അയാളെ കൊണ്ട് സംസാരിപ്പിക്കേണ്ടത്. അത് കാരണം നമ്മൾ സമയം ചോദിക്കണം, നിങ്ങൾ ഏത് സമയത്ത് കാണാൻ പറ്റും, അത് നമ്മൾ അയാളെ കൊണ്ട് പറയിപ്പിക്കണം. ആ സംസാരത്തിന്റെ കമാൻഡ് എപ്പോഴും നമ്മുടെ കയ്യിലായിരിക്കേണ്ടത്. Do not be emotional. Never discuss with your company product and income etc. Or നമ്മളൊരു ഇമോഷണൽ ആയിട്ട് എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ കമ്പനിയെ പറ്റിയോ പ്രോഡക്റ്റിനെ പറ്റിയോ ഇൻകത്തെ പറ്റിയോ അല്ല അത്തരത്തിലും കാര്യങ്ങളൊന്നും നമ്മൾ സംസാരിക്കാൻ പോകണ്ട. അതൊന്നും ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഇമോഷണൽ ആയിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഓക്കെ സർ. There is a principle, keep it simple, keep it short and simple. Principle means आपकी जो बातचीत है वो बहुत छोटी होनी चाहिए. कोशिश करें विद इन 90 सेकेंड आपकी बात खत्म हो जाए. നമ്മൾ ഒരു കിസ് എന്നുള്ള പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് സംസാരിക്കുക. അതായത് നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഷോർട്ടും സിമ്പിളും ആയിരിക്കണം. കീപ് ഇറ്റ് ഷോർട്ട് ആൻഡ് സിമ്പിൾ, അതാണ് കിസ്. നമ്മൾ സംസാരിക്കുന്ന എപ്പോഴും ഒരു 90 സെക്കൻഡിൽ ഒതുക്കാൻ കഴിയണം നമ്മൾ സംസാരം. 90 സെക്കൻഡ് കൊണ്ട് നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിയണം. स्पेशली जब आपने उनको बिजनेस के बारे में बता दिया है, उनका हाल चाल पूछने के बाद में, कॉम्प्लीमेंट देने के बाद में, तो जब आपने बिजनेस की अप्रोच उनको कर दी है तो उसके विद इन 60 सेकंड आपकी बात खत्म होना चाहिए. നമ്മൾ അദ്ദേഹത്തോട് കോംപ്ലിമെന്റ് ചെയ്തു, അദ്ദേഹത്തോട് വീട്ടിലെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു, നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ അയാളെ സന്തോഷിപ്പിച്ചതിന് ശേഷം നമ്മൾ ബിസിനസിനെ പറ്റി സംസാരിച്ചു കഴിഞ്ഞാൽ 60 സെക്കൻഡിനുള്ളിൽ നമ്മൾ ഫോൺ ഡിസ്കണക്ട് ചെയ്തിരിക്കണം. Always remember it is a number game. हर व्यक्ति आपको अपॉइंटमेंट नहीं देगा, उससे आपको फर्क नहीं पड़ना चाहिए. लेकिन अगर आप ज्यादा लोगों से कांटेक्ट करेंगे
तो एक एवरेज काम करेगा और उस एवरेज से लोग आपके साथ में जुड़ते चले जाएंगे, आपको अपॉइंटमेंट देते जाएंगे। ശ്രദ്ധിക്കുക, ഇതൊരു സംഖ്യകളുടെ കളിയാണ്. അതായത് നമ്മളെ അപ്പോയിന്റ്മെന്റ് വാങ്ങിക്കുന്ന എല്ലാ ആളുകളും അപ്പോയിന്റ്മെന്റ് തന്നോളുന്നില്ല. അപ്പൊ നമ്മൾ നമ്മുടെ ലിസ്റ്റിലുള്ള കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ വിളിക്കാനും അപ്പോയിന്റ്മെന്റ് എടുക്കാൻ ചെയ്യുകയാണെങ്കിൽ ഒരു ആവറേജ് ആളുകളുടെ നമ്പർ ഓഫ് ആളുകളുടെ അപ്പോയിന്റ്മെന്റ് നമുക്ക് കിട്ടുകയും നമ്മുടെ ബിസിനസ് നന്നായിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയുകയും ചെയ്യും. बी ऑनेस्ट, कभी भी झूठ मत बोले, कोई ऐसी बात न कहें कि एक पार्टी है उसमें आपको आना है, या कुछ भी ऐसी बात जो झूठ है वो नहीं बोलना है। आपने बढ़ा चढ़ा के नहीं बोलना है, आपने सही बोलना है और ऑनेस्ट रहना है अपॉइंटमेंट लेते टाइम। അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വേണ്ടി കള്ളം പറയുന്നത് നല്ലതല്ല. കള്ളം പറയാതിരിക്കുക. കാരണം എന്തെങ്കിലും പാർട്ടി ഉണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് അയാളെ വിളിച്ചു വരുത്താൻ അല്ലെങ്കിൽ അയാൾക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത് ശരിയായ രീതിയല്ല. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയാ, കള്ളം പറയാതിരിക്കുക. हमने बात किया था कि जब आप पोलिंग कर रहे हैं तो उसके दो ऑब्जेक्टिव हैं। पहला ऑब्जेक्ट ये है कि जो इमीडिएट जिन लोगों को हमने प्लान और प्रेजेंटेशन दिखाना है उनके लिए हम लोग पोलिंग करते हैं, और दूसरा हमारा पोलिंग का ऑब्जेक्ट रहता है कि हमने फ्यूचर प्रोस्पेक्ट्स को कॉल करना होता है जो आज हमारी कोल्ड लिस्ट का हिस्सा है। നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു തുടക്കത്തിൽ നമ്മൾ രണ്ട് രീതിയിലാണ്. അതായത് പെട്ടെന്ന് പ്ലാൻ കാണിക്കാനുള്ള കുറച്ച് ആൾക്കാർ, നമ്മൾ ഭാവിയിൽ പ്ലാൻ കാണിക്കാൻ ഉദ്ദേശിച്ച രണ്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. അതിൽ പെട്ടെന്ന് കാണിക്കേണ്ട ആൾക്കാരെ നമ്മൾ കോളിംഗ് ടെക്നിക്ക് പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ ഭാവിയിലേക്ക് നമുക്ക് ഉപയോഗിക്കാവുന്ന പ്രോസ്പെക്ട്സ് നമുക്ക് എങ്ങനെ കോൾ ചെയ്യാൻ നോക്കാം. सो दोनों तरह की कॉलिंग आपकी साथ साथ चलनी चाहिए। उन लोगों के लिए जिनको आपने अभी प्रेजेंटेशन दिखाना है अगले कुछ टाइम बाद, और उन लोगों के लिए जिनको आप 2 महीने बाद, 6 महीने बाद या 1 साल में बाद प्रेजेंटेशन दिखाना चाह रहे हैं, लेकिन अभी वो आपने उनसे एक रिलेशन डिवेल्प करना है। सो उन लोगों से जब आप बातचीत करेंगे जो आपकी कोल्ड कॉल का हिस्सा है, तो कुछ पॉइंट्स का आपने ध्यान रखना है। നമ്മൾ ചില ആളുകൾ നമ്മൾ ഭാവിയിലേക്ക് വെച്ച് പ്ലാൻ കാണിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അടുത്ത മാസമോ അടുത്ത 6 മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ടോ നമ്മൾ അവരെ പ്ലാൻ കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടാവും. അവരോട് നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവരെ കൊണ്ട് അത്തരത്തിലുള്ള ആളുകളെ കോൾ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധ വെക്കേണ്ടത് ആവശ്യമാണ്. तो जब भी आप कोल्ड कॉल में बात करें, कोल्ड कॉल के लोगों को आप वार्म लिस्ट में लाना चाहते हैं, तो उनको स्पेशल ओकेजन पे कुछ ना कुछ मैसेज भेजते रहिए। അത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മൾ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ, ചില ആഘോഷ സമയങ്ങൾ, ഫെസ്റ്റിവൽ സമയങ്ങളൊക്കെ മെസ്സേജുകൾ അയക്കുക, സ്പെഷ്യൽ സന്ദർഭങ്ങളൊക്കെ മെസ്സേജുകൾ അയക്കാൻ ശ്രമിക്കുക. लुक आउट फॉर अपॉर्चुनिटी व्हेन यू कैन कॉम्प्लीमेंट देम। जब भी आपको उनकी तारीफ करने का मौका मिले, अपॉर्चुनिटी मिले, तो उस अपॉर्चुनिटी का आप इस्तेमाल कीजिए ताकि आपके संबंध उनसे अच्छे बने और वो आपके बारे में एक अच्छी छवि बना लें। നമ്മൾ അത്തരത്തിലുള്ള വ്യക്തികളെ അഭിനന്ദിക്കാനുള്ള എന്ത് അവസരം കിട്ടിയാലും പാഴാക്കാൻ പാടില്ല. അഭിനന്ദിക്കാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും നമ്മൾ അഭിനന്ദിക്കുക. കാരണം അദ്ദേഹത്തിന് നമ്മളെ പറ്റി അദ്ദേഹത്തിന്റെ മനസ്സിലൊരു നല്ല സങ്കല്പം ഉണ്ടാവാനും നമുക്കത് ഭാവിയിൽ ഉപകാരപ്പെടാനും സഹായിക്കും. लिसन टू देम केयरफुली। आप जब भी उनसे बातचीत करें, बड़े ध्यान से बातचीत करें, उनकी बातों में इंटरेस्ट लें, इसे केवल मात्र അവരെ ശ്രദ്ധയോടെ കേൾക്കുക. അവർ പറയുന്ന, അല്ലെങ്കിൽ അവരോട് എപ്പോഴൊക്കെ സംസാരിക്കാനുള്ള അവസരം കിട്ടിയോ അവർ പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കാൻ ശ്രമിക്കുക. എപ്പോഴും അവർക്ക് അവർ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളൊരു ഭാവം ഉണ്ടാക്കിയാൽ തന്നെ നമ്മളെ പറ്റി അവരുടെ മനസ്സിലൊരു നല്ലൊരു ഭാവം ഉണ്ടാവും. डिवेल्प ए हेल्पिंग एटीट्यूड। जब भी आप कोल्ड लिस्ट में काम कर रहे हैं, तो आपकी नेचर एक हेल्पिंग करने वाले व्यक्ति की छवि होनी चाहिए। जिसको भी हेल्प है, किसी को कोई कॉन्टेक्ट चाहिए, किसी को कोई हेल्प चाहिए, सो वैसा एक नेचर आप डिवेल्प करेंगे, तो फिर ऐसे व्यक्ति के साथ में रहना और काम करना हर व्यक्ति पसंद करता है। सो ये आपका पहले टारगेट ये नहीं होना चाहिए कि आपने उनको अपने बिजनेस में लेके आना है, उनके माध्यम से आपको वॉल्यूम क्रिएट करना है, अपितु पहले आपको उनको हेल्प करने का, कुछ देने का एक एटीट्यूड होना चाहिए। നമ്മളൊരു ഹെൽപ്പിംഗ് ആറ്റിറ്റ്യൂഡ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. കാരണം നമ്മൾ അത്തരത്തിലുള്ള കോൾഡ് കോൺടാക്റ്റിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവരോട് നമ്മൾ എന്തെങ്കിലും ഹെൽപ്പ് വേണോ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാനുള്ള റെഡി ആണെന്നുള്ള ഒരു ഭാവം, ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ
നമുക്ക് എപ്പോഴും നമ്മൾ അത്തരത്തിൽ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറുള്ള ആളുകളോട് വർക്ക് ചെയ്യാൻ മറ്റുള്ളവർക്ക് വളരെ സന്തോഷമായിരിക്കും. അപ്പൊ നമ്മളെ അത്തരത്തിലൊരു നല്ലൊരു ആറ്റിറ്റ്യൂഡ് അവർക്ക് കാണാൻ കഴിയും. നമ്മൾ ഒരു ഹെൽപ്പിംഗ് പേഴ്സൺ ആവുന്ന ഒരു രീതി അവർക്ക് വരികയും ചെയ്യും. बी ए गुड फाइंडर, हमेशा आपकी कोल्ड लिस्ट में से ऐसे लोगों को ढूंढिए जो हमारे बिजनेस के लिए बहुत उपयुक्त हैं, तो उनको प्राथमिकता के साथ में दीजिए और उनको हमेशा कोल्ड से वार्म और हॉट लिस्ट में लेके आइए. എപ്പോഴും നല്ലൊരു അന്വേഷകനായി മാറണം. കാരണം നമ്മുടെ കോൾഡ് ലിസ്റ്റിൽ നിന്ന് പല ആൾക്കാരെ നമ്മൾ ശരിയായ രീതിയിൽ എനിക്ക് ബിസിനസ്സിന് പറ്റുന്ന ആളാണെന്നുള്ള രീതിയിൽ നമുക്ക് അന്വേഷിച്ചുകൊണ്ട് നമ്മുടെ ലിസ്റ്റിൽ നമ്മൾ എപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ അന്വേഷിച്ചുകൊണ്ടിരുന്നാൽ നല്ല നമുക്ക് വ്യക്തികളെ കിട്ടുകയും ചെയ്യും. അവരെ നമുക്ക് കോൾഡ് ലിസ്റ്റിൽ നിന്ന് ഹോട്ട് ലിസ്റ്റിലേക്കും വാം ലിസ്റ്റിലേക്കും മാറ്റിയിടാൻ കഴിയുകയും ചെയ്യും. ट्रांसफर them to warm list after a relation in build. आपने जब रिलेशन बिल्ड स्टार्ट होता है तो फिर आपने उनको वार्म लिस्ट में लेके आना है. ഒരു നല്ലൊരു ബന്ധം അവരോട് സ്ഥാപിച്ചതിന് ശേഷം അവരെ നേരെ വാം ലിസ്റ്റിലേക്ക് മാറ്റാൻ കഴിയും. നമുക്ക് ഒരിക്കൽ നല്ലൊരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ അവരെ വാം ലിസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. If there is any issue, जब आप उनसे बातचीत कर रहे हैं, एक संबंध डेवलप करने का कोशिश कर रहे हैं और उसमें कोई इश्यू आ गया है, वो इंटरेस्टेड नहीं है उस संबंध को आगे बढ़ाने के लिए, तो एक 90 डेज का एक गैप लीजिए, क्योंकि 90 डेज के बाद में हर व्यक्ति की एटीट्यूड में और उसकी अप्रोच में अंतर आ जाता है और 90 डेज के गैप के बाद में आप उससे दोबारा रिकनेक्ट हो सकते हैं. നമ്മൾ അത്തരം വ്യക്തികളോട് ഒരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, അവർക്ക് അത്തരത്തിലുള്ള ബന്ധം കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ഒരു ഗ്യാപ്പ് ഇടുക. ഒരു 90 ദിവസത്തിന് ശേഷം വീണ്ടും അവരോട് ബന്ധപ്പെടാൻ ശ്രമിക്കുക. കാരണം ഒരു 90 ദിവസത്തിന് ശേഷം ഏതൊരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡിലും അവരുടെ അപ്രോച്ചിലും അവരുടെ സ്വഭാവത്തിലും ഒക്കെ മാറ്റങ്ങൾ കാണാറുണ്ട്. അതുകൊണ്ട് ഒരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം 90 ദിവസത്തിന് ശേഷം വീണ്ടും അവരോട് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുക. If you cannot develop good relation, you can't develop good relation with everyone. हर एक व्यक्ति के साथ में आप अच्छे संबंध नहीं बना सकते. आप एक प्रोफेशनल हैं, आप हर टेक्निक का इस्तेमाल कर रहे हैं, आप ह्यूमन रिलेशन को समझने में मास्टर हैं, लेकिन फिर भी हर व्यक्ति से आपके अच्छे संबंध नहीं बनेंगे, वो आपकी हॉट लिस्ट तक शायद नहीं आएंगे, तो उससे परेशान मत होइए. എല്ലാ വ്യക്തികളോടും നമുക്ക് നല്ല ബന്ധം ഉണ്ടാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. നിങ്ങളൊരു പ്രൊഫഷണൽ ആണ്, നിങ്ങൾക്ക് വ്യക്തിബന്ധങ്ങൾ നന്നായിട്ട് അറിയാം. വ്യക്തികളോട് എങ്ങനെ ബന്ധം സ്ഥാപിക്കണം എന്നുള്ള ടെക്നിക്സ് നിങ്ങൾക്ക് അറിയാം. എങ്ങനെ നിങ്ങൾക്ക് അവരോട് ബന്ധപ്പെടാൻ സ്ഥാപിക്കണം എല്ലാം അറിയാം. എന്നിരുന്നാൽ തന്നെ നമുക്ക് എല്ലാ വ്യക്തികളോടും നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞോളന്നില്ല. അതുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അത്തരത്തില് എല്ലാവരോടും നമുക്ക് നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് മനസ്സിൽ നമുക്ക് ധാരണ ഉണ്ടാവണം. Thank you very much for the participating. आज थोड़ा बीच में टेक्निकल इश्यू आया, उसके लिए मैं पर्सनली आपसे क्षमा चाहता हूं. എല്ലാവർക്കും നിങ്ങളെ പങ്കാളിത്തം എല്ലാവരും ക്ഷമയോടെ കേട്ടതിന് ഒരുപാട് നന്ദി. എനിക്കൊരു ടെക്നിക്കൽ ആയിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അത് നിങ്ങളോട് എല്ലാവരും ഞാൻ ക്ഷമ ചോദിക്കുന്നു. फिर किसी दिन हम लोग इस टॉपिक पे और डिटेल में बातचीत करेंगे. ഇനി മറ്റൊരു അവസരം കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ വിഷയത്തെ പറ്റി വളരെ വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. अभी 4 o'clock एक बहुत इम्पोर्टेंट थिंग है जिसमें बीसी छावड़ा जी लाइव रहेंगे यूट्यूब यूएस के यूट्यूब चैनल पे. ഇപ്പൊ 4 മണിക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീറ്റിംഗ് ഉണ്ട്. അതിൽ ബിസി ചപ്ര സാർ ലൈവായിട്ട് വരുന്നുണ്ട് നമ്മുടെ യൂണിക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ യൂട്യൂബ് ചാനലിൽ. हर सुबह 11 o'clock पे एक प्रोडक्ट स्पेसिफिक ट्रेनिंग रहता है यूएस के चैनल पे. उसको भी आपको जरूर देखना चाहिए और उससे सीखना चाहिए. ये सही समय है सीखने के लिए. നാളെ മുതൽ രാവിലെ 11 മണി മുതൽ നമ്മുടെ യൂണിക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ചാനലിൽ ഒരു പ്രൊഡക്റ്റിന്റെ സ്പെഷ്യൽ ട്രെയിനിങ് സെഷൻ വരുന്നുണ്ട്. നിങ്ങളെല്ലാം തീർച്ചയായിട്ടും കാണണം. അത് നന്നായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും. और अगर आप हेल्थ कॉन्शियस है तो मॉर्निंग में 6 o'clock से 7 o'clock तक एक स्पेशल हेल्थ का प्रोग्राम रहता है. आपकी सेहत आपके हाथ, मनीषा के साथ. इट इज ए वंडरफुल प्रोग्राम. एवरी डे आई एम अटेंडिंग इट. എല്ലാം നിങ്ങൾ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 7 മണി വരെ മനുഷ്യ മേഡത്തിന്റെ പ്രോഗ്രാം ദിവസമുണ്ട്. അത് ഞാൻ ദിവസവും കാണാറുണ്ട്. നിങ്ങൾക്ക് ഹെൽത്ത് സംബന്ധമായ വിഷയങ്ങളിൽ വളരെ ഉപകാരപ്പെടും അത്. और मैं आप सभी लोगों को, स्पेशली पूरी साउथ इंडिया टीम को मैं बधाई देना चाहता हूं कि आप बहुत अच्छी जूम मीटिंग्स कर रहे हैं, रेगुलर ट्रेनिंग प्रोग्राम कर रहे हैं और आप सब ने हमेशा मुझे
गर्व करने का मौका दिया है आपने, और मुझे हमेशा इस बड़ी स्ट्रॉन्ग और एक एजुकेटेड टीम का पार्ट होने के लिए हमेशा मुझे गर्व है और रहेगा. ഞാൻ നിങ്ങളെല്ലാവരും അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലെ എല്ലാ ടീമിനെയും ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം വളരെ ഭംഗിയായിട്ട് വളരെ മനോഹരമായിട്ട് സൂമിൽ മീറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് അഭിമാനമുണ്ട് നിങ്ങളെ പോലുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള ആളുകളുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് എപ്പോഴും അഭിമാനം തോന്നുന്നു. न्यूट्रीचार्ज का जो थाईलैंड टूर था उसका वो 31 मई को समाप्त हो रहा है. सो आपके पास में एक मौका है उसको अचीव करने का, तो उसको फोकस रह के आप अपने बिजनेस को आगे बढ़ाइए. ന്യൂട്രിചാർജിന്റെ തായ്ലൻഡ് ട്രിപ്പിന്റെ ഓഫർ അത് ഈ 30-ാം തീയതി അവസാനിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അതിന് അവസരമുണ്ട്, ഇതിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. അപ്പൊ അതോടൊപ്പം നമ്മുടെ ബിസിനസ് വളർത്താൻ നമുക്ക് അത് ഒരുപാട് ഉപകാരപ്പെടും. कमिंग सैटरडे 30th को 2 PM पे हम लोग 2 PM पे तमिलनाडु की टीम के साथ में एक मीटिंग रहेगा, तो उस समय हम लोग मुलाकात करेंगे. थैंक यू वेरी मच. ഈ വരുന്ന ശനിയാഴ്ച 2 മണിക്ക് നമുക്ക് തമിഴ്നാട് ടീമുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. അതിൽ നമുക്ക് വീണ്ടും കാണാം. അതിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം. थैंक यू सर, थैंक यू सो मच. कई बार डिस्टरबेंस हुआ, फिर भी हम तो टारगेट तो पूरा कर लिए. थोड़ा सा 10 मिनट लेट हो गया, प्रॉब्लम नहीं है. It's a second session is the US session is at 4 o'clock only. You will have sufficient time. And बहुत सारे लोग ये जो गोल्डन रूल्स पे ध्यान देते हैं. स्टिल जो आपने ये टेक्निक्स दिया है कॉन्टैक्ट करने का, it will help us a lot. സാറെന്ന് പറഞ്ഞു തന്ന ഈ പോയിന്റുകൾ ആളുകളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ നിസ്സാരമെന്ന് തോന്നുകയാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സാറ് പറഞ്ഞു തന്നത്. വളരെ താങ്ക് യു സോ മച്ച് സാർ, താങ്ക് യു വെരി മച്ച്. അഭി Thank you so much. I think Gopakumar sir has May I joined. end the meeting? Okay. You can leave sir, I will take 5 minutes. अभी हैं गोपाल जी? गोपाल जी आया था बीच में, एक बार देखना Okay, पड़ेगा. right. If he is there, I will ask him to give a message. You carry on, sir. Sir. Thank you so much. You sir. carry on, sir, please. Okay, sir. Thank you. Thank you, sir. Thank you so much.